ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ക്രാഫ്റ്റ്സ്മാൻ സിവിലിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കാണ് അല്ലേ. അപ്പം നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തായിരുന്നു. സ്റ്റോൺ കവർ ചെയ്തു, ബ്രിക്ക് കവർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? സിമെൻ്റ് എന്നുള്ള ടോപ്പിക്കാണ്. ലൈം നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പം ലൈമാണ് പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ലൈൻ കഴിഞ്ഞിട്ട് വന്ന ഒരു മേജർ മൈൽ സ്റ്റോൺ എന്ന് പറയാൻ പറ്റും. എന്താ? സിമെന്റിന്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം സിമെന്റ് കണ്ടുപിടിച്ച ആരാണ്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. സിമെന്റ് കണ്ടുപിടിച്ച ആരാണെന്നുള്ളത് ജോസഫ് ആസ്പിരിൻ എന്നുള്ള ഒരാളാണ് കണ്ടുപിടിച്ചത്. ആരാണ് കണ്ടുപിടിച്ചത്? സിമെന്റ് കണ്ടുപിടിച്ച ആരാണ്? ജോസഫ് ആസ്പിരിൻ. ഏത് ഇയറിലാണ്? 1824. ഇയർ ചോദിച്ചിട്ടില്ല, പക്ഷെ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നാച്ചുറൽ സിമെന്റ് ഒബ്റ്റൈൻഡ് ബൈ ബേണിംഗ് ആൻഡ് ക്രഷിംഗ് ഓഫ് സ്റ്റോൺസ് കണ്ടെയ്നിങ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നാച്ചുറലായിട്ട് സിമെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പം എല്ലാം നാച്ചുറൽ മെത്തേഡ് സിമെന്റ് ഉണ്ടാക്കും? ഇല്ല, ആർട്ടിഫിഷ്യൽ മെത്തേഡിലാണ് സിമെന്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നാച്ചുറൽ സിമെന്റ് എങ്ങനെയായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്? ക്ലേയും കാർബണേറ്റ് ഓഫ് ലൈമും കാർബണേറ്റ് ഓഫ് മാഗ്നീഷ്യയും കൂടെ എന്ത് ചെയ്താണ്? ബേൺ ചെയ്ത് അതിനെ ക്രഷ് ചെയ്തിട്ടായിരുന്നു എന്ത്? നാച്ചുറൽ സിമെന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓക്കെ, സിമെന്റ് മാനുഫാക്ചറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാലോ, ഇത് നാച്ചുറൽ സിമെന്റ് ഉണ്ടാകുന്നത്. മാനുഫാക്ചറിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാലോ, എവിടെ ചെയ്യുന്നത്? റോട്ടറി കിന്നുകളിലാണ് ചെയ്യുന്നത്. കിന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ അതൊരു റോട്ടറി കിന്നുകളിലാണ് എന്ത് ചെയ്യുന്നത്? സിമെന്റിന്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഇനി അടുത്തത് കളർ ഓഫ് നാച്ചുറൽ സിമെന്റ്. നമ്മളിപ്പോൾ നാച്ചുറൽ സിമെന്റിന്റെ കാര്യം പറഞ്ഞല്ലേ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒന്ന് ചോദിച്ച കളർ ഓഫ് നാച്ചുറൽ സിമെന്റ് എന്നായിരുന്നു. ഓക്കെ, വേറൊരെണ്ണം ചോദിച്ച കളർ ഓഫ് റോമൻ സിമെന്റ് എന്നാണ് ചോദിച്ചത്. അപ്പം കളർ ഓഫ് നാച്ചുറൽ സിമെന്റ് അല്ലെങ്കിൽ റോമൻ സിമെന്റ് ചോദിച്ചാൽ ഈ കാണുന്ന എന്താ? ബ്രൗൺ ആണ് അതിന്റെ കളർ. ഓക്കെ, സിമെന്റിങ് പ്രോപ്പർട്ടി ഇൻ സിമെന്റ് ഈസ് മെയിൻലി ഡ്യൂ ടു. സിമെന്റിങ് പ്രോപ്പർട്ടി കൊടുക്കുന്ന ആരാണ്? അതിനകത്തുള്ള ലൈമാണ്. ഓക്കെ, ആ സിമെന്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ലൈമാണ് അതിന് എന്ത് കൊടുക്കുന്നത്? സിമെന്റിങ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ തന്നെ അറൗണ്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആണ്. നമുക്കിനി അടുത്തതിലോട്ട് പോവാം. ഇനി നമുക്ക് ചോദിക്കുക, ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി വാസ് സെറ്റ് ഇൻ 1904 ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി ഇന്ത്യയിൽ വന്ന ഏത് ഇയർ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഏതാണ്? 1904. 1900 ആ ഒരു സമയത്ത്. ഓക്കെ, അതിന്റെ ആദ്യത്തെ ഒരു സമയം ഏകദേശം ഒന്ന് ഓർത്തിരിക്കുക. ഇയറൊക്കെ ഓർത്തിരിക്കാൻ കുറച്ച് പാടാണെങ്കിൽ 1904 ഓർത്തിരിക്കുക. എവിടെയാണ് അത് വന്നത്? തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് വന്നത്. പക്ഷെ അത് അത്ര സക്സസ്ഫുൾ അല്ലായിരുന്നു. ഓക്കെ, അതിന്റെ പേരെന്തോ, പേര് ഞാൻ കറക്റ്റ് മറന്നുപോയി. അത് നിങ്ങൾ നോക്കണം കേട്ടോ, നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഇന്ത്യൻ സിമെന്റ്സ് അങ്ങനെ എന്തോ മറ്റാണ് പേര്. അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. ഓക്കെ, പിന്നെ കേരളത്തിൽ എവിടെയാണ് വന്നത്? എൻ്റെ നാട്ടിലാണ് വന്നത് കേട്ടോ, കോട്ടയത്ത്. ഓക്കെ, കോട്ടയത്താണ് ഫസ്റ്റ് സിമെന്റ് ഫാക്ടറി കേരളത്തിൽ വന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സിമെന്റ് വാസ് മാനുഫാക്ചേർഡ് ഇൻ. എവിടെയാണ്? നമ്മുടെ ജോസഫ് ആസ്പിന്റെ നാട്ടിലെ ഇംഗ്ലണ്ട്. ഓക്കെ, ആർട്ടിഫിഷ്യൽ സിമെന്റ് ഫസ്റ്റ് മാനുഫാക്ചർ ചെയ്ത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു എന്താണ്? ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാണ്ടിരിക്കുക. പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം പുതിയൊരു 2000 ആ ഒരു സമയത്ത് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്, എന്നാലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ജോസഫ് ആസ്പിൻ അതൊക്കെ എനിക്കൊന്ന് റീസെന്റ് ആയിട്ട് ചോദിച്ചാൽ തോന്നിയത് ഒരു എക്സാമിന്. ഓക്കെ, അപ്പം തിയറി ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ സിമെന്റിന്റെ കാര്യങ്ങളിലോട്ട് പോകണം. ഓക്കെ, സിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് എക്സ്ട്രീംലി ഗ്രൗണ്ട് ആയിട്ടൊരു മെറ്റീരിയൽ, നല്ല പൗഡേർഡ് ആയിട്ടിരിക്കും. ഓക്കെ, ഇതിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? അഡ്ഹസീവ് പ്രോപ്പർട്ടി ഉണ്ട്, കൊഹസീവ് പ്രോപ്പർട്ടി ഉണ്ട്. അഡ്ഹീഷനും കൊഹീഷനും ഒക്കെ എന്താണെന്ന് അറിയാലോ. അപ്പൊ അതിനെന്താണ്? അതിന്റെ സെയിം പാർട്ടിക്കിൾസിനെ അടുപ്പിച്ച് വെക്കാൻ പറ്റും. പിന്നെന്താണ്? വേറെ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ എല്ലാം എന്ത് ചെയ്ത് പറ്റും? ഒരു കൊഹീഷനും കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്? ബൈൻഡിങ് മീഡിയം ഫോർ ഡിസ്ക്രീറ്റ് ഇൻഗ്രീഡിയൻസ്. അത് എന്ത് ചെയ്യും? നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന അഗ്രിഗേറ്റ്, സാൻഡ്, എന്ത് ഇൻഗ്രീഡിയൻ്റ് അതിനെ ഇട്ടാലും അതെന്ത് ചെയ്യും? ഒരു ബൈൻഡിങ് മീഡിയമായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ സിമെന്റ് ഉണ്ടാക്കുന്ന 2 പ്രോസസ്സ് ഉണ്ട്. ഒന്നാമത്തെ പ്രോസസ്സാണ് ഡ്രൈ പ്രോസസ്സ്, രണ്ടാമത്തെ പ്രോസസ്സാണ് വെറ്റ് പ്രോസസ്സ്. ഒക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, എന്നാലും നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഡ്രൈ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം ഗ്രൗണ്ട് ചെയ്യും, എന്നിട്ട് അത് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് റോട്ടറി കിന്നിലിടുക ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഗ്രൗണ്ടിങ് നടന്നിട്ട് മിക്സ് ചെയ്ത് റോട്ടറി കിന്നിലെടുത്ത് ഡ്രൈ സൈഡിലോട്ട് എടുക്കുന്നു. ഇനി അടുത്ത് നോക്കി, അടുത്തത് വെറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? വെറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ലൈം സ്റ്റോൺ ക്രഷ് ടു സ്മോൾ എന്നാണ്. ലൈം സ്റ്റോൺ ക്രഷ് ടു സ്മോൾ ഫ്രാഗ്മെന്റ്സ്
ഓക്കെ, അത് സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കട്ട് ചെയ്യും. അതിൻ്റെ സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആക്കും. എന്നിട്ട് അത് എന്തുമായിട്ട് മിക്സ് ചെയ്യും? ക്ലേ, ഷെയില് അതുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു ഫൈൻ കൺസിസ്റ്റൻസി ആക്കും. ഓക്കെ, എന്നിട്ട് അത് വാട്ടറുമായിട്ട് ആഡ് ചെയ്തിട്ട് എന്തായിരിക്കും? ഒരു സ്ലറി ഉണ്ടാക്കും. ഓക്കെ, സ്ലറി എന്ത് ചെയ്യും? ഒരു ടാങ്ക്സിലൊക്കെ സ്റ്റോർ ചെയ്ത് ഒരു കോൺസ്റ്റന്റ് അജിറ്റേഷൻ കൊടുത്തിട്ട് അത് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതായത് റോട്ടറി കിന്നിലോട്ട് ഒരു ഫയർ ബ്രിക്ക് ലൈൻഡ് ആയിട്ടുള്ള റോട്ടറി കിന്നിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? വെറ്റ് പ്രോസസ്സിന് ആദ്യം ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി ലൈം സ്റ്റോണിനെ, അത് കഴിഞ്ഞിട്ട് ക്ലേയോ ഷെയിലോ മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിനെ വാട്ടർ ആഡ് ചെയ്ത് സ്ലറി ആക്കി, ആ സ്ലറിയാണ് കുറച്ച് നാൾ കോൺസ്റ്റന്റ് അജിറ്റേഷൻ കൊടുത്തു വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ കിന്നിലേക്ക് മാറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലിങ്കർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഇപ്പൊ ഏകദേശം ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും എന്താണെന്ന് മനസ്സിലായല്ലോ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെന്റ് ഈസ് ബേൺഡ് അറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 1400 ഡിഗ്രി, ഓക്കെ, അറൗണ്ട് ഒരു 1400 ഡിഗ്രി സെൽഷ്യസിലാണ് ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് സിമെന്റിന്റെ ബേൺ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത്, നിങ്ങൾ PDF നോട്ടിലും ഈ സ്മോൾ എന്നുള്ള കറക്ഷൻ കൊടുത്തോണേ. ഇനി അടുത്തത് നമ്മൾ ക്ലിങ്കറിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ ക്ലിങ്കർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ക്ലിങ്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, ഇവിടെ റോട്ടറി കിന്നിൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്? ക്ലിങ്കർ ആണ്. ക്ലിങ്കർ എന്ന് പറയുമ്പോൾ അതൊരു ലംബ് അല്ലെങ്കിൽ നോഡ്യൂൾസ് ആയിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, അതിന്റെ ഒരു ജനറലി അതിന്റെ ഒരു സൈസ് എന്ന് പറയുമ്പോൾ ഒരു 3 mm to 25 mm ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഫ്യൂസിങ് ടുഗദർ ആരൊക്കെ? ലൈംസ്റ്റോണ്, ക്ലേ, അതൊക്കെ എന്താ ആ സിമെന്റ് കിന്നിലുള്ള ആ സ്റ്റേജിൽ ലൈംസ്റ്റോണും ക്ലേയും ഒക്കെ ഫ്യൂസ് ചെയ്യും. നമ്മൾ ഹൈ ടെമ്പറേച്ചർ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഫ്യൂസ് ചെയ്തിട്ട് ഈ ലൈംസ്റ്റോണും ക്ലേയും ഒക്കെ ഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആരെ കിട്ടുന്നത്? നമ്മുടെ ക്ലിങ്കറിനെ കിട്ടുന്നത്. ഈ ക്ലിങ്കർ ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണെന്ന് ചോദിച്ചാലോ 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അറൗണ്ട് ഒരു 1500 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി പോർട്ട്ലാൻഡ് സിമെന്റ് ക്ലിങ്കർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്ത് ചെയ്യും? അതിനെ ഒരു ഫൈൻലി ഗ്രൗണ്ട് പൗഡർ ആക്കി മാറ്റും. ഓക്കെ, ആ ഫൈൻലി ഗ്രൗണ്ട് പൗഡർ ആണ് നമ്മൾ വേരിയസ് സിമെന്റ് പ്രൊഡക്ട്സിൽ ബൈൻഡറായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് റാപ്പിഡായിട്ട് സെറ്റിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ലൈമും ക്ലേയും ഒക്കെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ആ റാപ്പിഡായിട്ട് ക്ലേ സെറ്റ് ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ അതിനകത്ത് ഒരു സാധനം ആഡ് ചെയ്യും. എന്ത്? ജിപ്സം. ഈ ജിപ്സം എന്നുള്ള ആളെ നമ്മുടെ PSC ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ജിപ്സം 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 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഞാൻ ഒരു അടുത്ത സ്ലൈഡ് കാണിക്കാം. അതിനകത്ത് കാണിക്കാം ജിപ്സത്തിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ജിപ്സം എന്ന് പറയുമ്പോൾ ജനറലി ഒരു ലെസ് ദാൻ 5% ബൈ വെയിറ്റ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ജനറലി 5% ബൈ വെയിറ്റ്, ലെസ് ദാൻ 5 ആയിരിക്കും ജിപ്സം ആഡ് ചെയ്യുന്നത്. പക്ഷെ അതും വേരിയേഷൻ ഉണ്ട്. ഒരു 2 to 3 എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. ഓക്കെ, ജനറലി എത്രയാണ്? ടോട്ടൽ വെയിറ്റിന്റെ ഒരു 5% കുറവായിരിക്കും ജനറലി. നമുക്ക് വേണം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ജനറലി ലെസ് ദാൻ 5% ചോദിക്കാം, അല്ലെങ്കിൽ 2 to 3 എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 3 എന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പം ഓർക്ക് ജിപ്സം നമ്മൾ റാപ്പിഡ് സെറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 ആയിരിക്കും. ഓക്കെ, അത്രയും നോക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ എന്താണ്? കെമിക്കൽ കോമ്പസിഷൻ അറിയണം അല്ലേ? കെമിക്കൽ കോമ്പസിഷൻ എന്ന് പറയുമ്പം നോക്കിയേ, എന്താണ് ഇതിനകത്ത് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂൻസ് ഉള്ളത്? ഈ സിമെന്റിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂൻസ് ഉള്ളത്? ഒന്നാമത് ലൈം, മേജർ, നമ്മുടെ മേജർ ആളാണ്, ഇമ്പോർട്ടൻ്റ് ആളാരാണ്? ലൈമാണ്. ഓക്കെ, അവനില്ല ഒരു കാര്യം നടക്കത്തില്ല. അടുത്തതാരാണ്? ലൈം ഒരു 60 to 67% നോക്കി, അറൗണ്ട് ഒരു 70ക്കും 60ക്കും ഇടയിൽ ആര് വരുന്നുണ്ട്? ലൈം വരുന്നുണ്ട്. ഒരു ആവറേജ് 63. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന സിലിക്ക. സിലിക്ക എത്ര ശതമാനമാണ്? 12 to 25% ആണ് സിലിക്ക വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആരാണ്? അലുമിന. അലുമിന എത്ര? ഒരു 3 to 8%. നമുക്കത് വേണമെങ്കിൽ ഒരു അറൗണ്ട് 6 എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അയൺ ഓക്സൈഡ്, നമ്മൾ ബ്രിക്കിനകത്തൊക്കെ കണ്ട ആളാ അയൺ ഓക്സൈഡ് അല്ലേ? 0.5 to 6, നമുക്കൊരു 3% എന്ന് പറയാം. പിന്നെ മഗ്നീഷ്യം ഉണ്ട്, 0.1 to 4%, 2 ആണ് അല്ലെങ്കിൽ ആവറേജ് വരുന്നത്. പിന്നെ സൾഫർ ട്രയോക്സൈഡ് ഉണ്ട്, സോഡ ആൻഡ് പൊട്ടാഷ്യം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ പെർസെൻറ്റേജ് കണ്ടല്ലോ ഈ ടേബിള്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കണം. ഇതിനകത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് വന്ന ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ചാൽ എന്താ? ലൈമാണ് മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് എന്നുള്ളത് വരും. അതിന്റെ പെർസെൻറ്റേജ് വരാം. ഓക്കെ, പിന്നെ സിലിക്ക എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നെന്ന് വരാം. പിന്നെ ഒരു തവണ അലൂമിനാണ് കെമിക്കൽ കോമ്പസിഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്? അയൺ ഓക്സൈഡ് എത്ര പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 0.5 to 6%, അല്ലെങ്കിൽ അറൗണ്ട് 3% വരാവുന്ന ആരാണെന്ന് ചോദിക്കാം, അയൺ ഓക്സൈഡ് എന്ന് വരാം. ഓക്കെ, പിന്നെ അടുത്തത് മഗ്നീഷ്യ എത്ര പെർസെൻറ്റേജ് എന്ന് വന്നിട്ടുണ്ട്. 0.1 to 4%, അല്ലെങ്കിൽ അറൗണ്ട് 2% ഒക്കെയാണ് മഗ്നീഷ്യം. ഓക്കെ, പിന്നെ ഒരു കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ട് ഇതിനകത്ത് സിമെന്റിന്റെ കോമ്പൗണ്ട് അല്ലാത്തത് ആര്? അല്ലെങ്കിൽ ഇപ്പം ഒരു 3 എണ്ണം തന്ന് 3 ഇതിനകത്തുള്ള കെമിക്കൽ കോമ്പസിഷനിൽ വരുന്നതാണെങ്കിൽ ഓൾ ദ അബവ്,
ഓക്കെ, അങ്ങനെയൊക്കെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ജിപ്സത്തിന്റെ കാര്യം ഞാൻ അവിടെ കുറച്ച് പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്, ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജിപ്സത്തിന്റെ എല്ലാം കൂടെ ഒറ്റ സ്ലൈഡ് ഇട്ടിട്ടുണ്ട്. ഈ സ്ലൈഡിൽ കുറച്ച് കാര്യം ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ അത് തന്നെ ഒന്നുകൂടെ എടുത്തിട്ട് ജിപ്സത്തിന്റെ ഫുള്ള് ക്വസ്റ്റ്യൻ ഒറ്റ സ്ലൈഡ് വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ നോക്കി ജിപ്സത്തിന്റെ കാര്യമൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ കെമിക്കൽ കോമ്പസിഷൻ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കിയൊക്കെ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഇമ്പാർട്ട് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടീസ് ടു സിമെന്റ്. ഓക്കെ, ഒരു സിമെന്റ് പെട്ടെന്ന് ക്വിക്ക് സെറ്റ് ചെയ്യാൻ കാരണം അതിനകത്തുള്ള ആരാണ് അലുമിന ആണ്. ഓക്കെ, നമ്മൾ ഈ 6% ആവറേജ് ഒരു 6% ആയിട്ട് ആഡ് ചെയ്യുന്ന ഈ അലുമിന എന്നുള്ള സാധനമാണ് എന്തിന് ആർക്ക് സിമെന്റിന് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കാലോ ക്വിക്ക് സെറ്റിംഗ് അലുമിന. അപ്പം ഈ അലുമിന അതിലുണ്ടല്ലേ, അപ്പോൾ എന്താണ് നമുക്ക് ഈ പെട്ടെന്ന് സെറ്റ് ചെയ്ത് പോവില്ല. നമ്മളിപ്പോൾ ഒരു സാധനം കൊണ്ട് മിക്സ് ചെയ്ത് അത് പ്ലേസ് ചെയ്യുന്നിടം വരെ അവൻ എന്തായിരിക്കണം പ്ലാസ്റ്റിക് ആയിട്ട് ഇരിക്കണം, എന്നാലല്ലേ നമുക്കത് യൂസ് ഉള്ളൂ. അപ്പോഴേ സെറ്റ് ചെയ്ത് പോയാൽ വല്ല ഉപകാരം ഉണ്ടോ? അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ ഓക്കെ എന്താണ് ഇൻഗ്രീഡിയൻറ്റ് ആഡഡ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ് ടു കൺട്രോൾ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. അതിൻ്റെ ഒരു സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ എന്താ നമ്മളോട് ചോദിക്കുന്നത്, ഒരു മോസ്റ്റ് കോമൺ റിട്ടാർഡർ അങ്ങനെയൊക്കെ വേണേൽ ചോദിക്കാം. സിമെന്റിൽ ആഡ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ റിട്ടാർഡർ ആരാ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആരാണ്? ജിപ്സം ആണ്. ഓക്കെ, ജിപ്സം കൺസിസ്റ്റ് ഓഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജിപ്സത്തിനകത്ത് ആരൊക്കെയുണ്ട്? കാൽസ്യം സൾഫേറ്റും വാട്ടറും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ചോദിക്കാം. അപ്പൊ കാൽസ്യം സൾഫേറ്റും 2H2O ചേർന്നാണ് എന്ത് ജിപ്സം, ഈ കാണുന്ന ജിപ്സം കേട്ടോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇൻഗ്രീഡിയൻറ്റ് ഇമ്പാർട്സ് കളർ, ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു കോൺക്രീറ്റ്. കളർ എന്ന് വന്നാലേ ഓർത്തോണം, ബ്രിക്കിലും ഇതിലൊക്കെ കളർ വരുന്ന ആരാ? അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഈ അയൺ ഓക്സൈഡ് എന്തോടെ കൊടുക്കും? ഒരു ഹാർഡ്നെസ്സും കൊടുക്കും, സിമെന്റിന് ഒരു സ്ട്രെങ്തും കൊടുക്കും. ഓക്കെ, ഇനി ജിപ്സത്തിന്റെ പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു <5 ആണെന്ന് പറഞ്ഞല്ലേ, ഒരു ക്വസ്റ്റ്യന് അതിന്റെ കറക്റ്റ് 3% ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം എപ്പോഴാണ് ഈ ജിപ്സം ആഡ് ചെയ്യുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ഗ്രൈൻഡിങ് ദ ക്ലിങ്കർ ഇൻ ടു പൗഡർ. നമുക്ക് കിന്നിൽ നമുക്കൊരു 3 mm ഡയാൾക്കോട്ടുള്ള ക്ലിങ്കർ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന്റെ എൻഡ് ഓഫ് ഗ്രൈൻഡിങ്, ആ ഗ്രൈൻഡിങ് അത് ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് സിമെന്റ് ആക്കണ്ടേ, അതിന്റെ എൻഡ് സ്റ്റേജിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ജിപ്സം ആഡ് ചെയ്യുന്നത്. വേറെ ഒരു തവണ ക്വസ്റ്റ്യൻ വന്നത് ജിപ്സം ഈസ് ആഡഡ് ആഫ്റ്റർ. എപ്പോഴാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്? ബിഫോർ ബേണിംഗ് ആണോ ആഫ്റ്റർ ബേണിംഗ് ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ എപ്പോഴാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്? ബേണിംഗ് കഴിഞ്ഞിട്ടാണ്. നമ്മൾ ഇതിനെയൊക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിങ്കർ ഒക്കെ ആയി കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ. അപ്പൊ എന്താണ്? ആഫ്റ്റർ ബേണിംഗ് ആണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്, ക്വാണ്ടിറ്റി ഓഫ് ജിപ്സം ആഡഡ് ഇൻ സിമെന്റ് വേരീസ് ഫ്രം. ഓക്കെ, എന്താണ് 2 to 3%. ഓക്കെ, ഈ 2 to 3% എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ്, ആരുടെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? C3A ഇൻ സിമെന്റ്. ആരാ? എ എന്ന് പറഞ്ഞാൽ അലുമിന റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ C3A എന്താന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്. ഓക്കെ, ട്രൈ കാൽഷ്യം അലുമിനേറ്റിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ജിപ്സത്തിന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യണം? വേരി ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കി, അടുത്തത് ഒരു ഗുഡ് സിമെന്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, കുറച്ച് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കും. നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി സിമെന്റ്സ് ഒക്കെ അവൈലബിൾ അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. ഡാൽമിയ, അൾട്രാടെക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി, അംബുജ അങ്ങനെ പറഞ്ഞിട്ട് അല്ലേ, ട്രാവൻകൂർ സിമെന്റ്സ്. ഓക്കെ, ഇനി അടുത്ത എന്താ, നമുക്ക് വെയിറ്റ് ഓഫ് 1 bag ഓഫ് സിമെന്റ്. ഇങ്ങനെ ഒരു സിമെന്റ് ഉണ്ടെങ്കിൽ അത് എത്ര കിലോ ആയിരിക്കും? കണ്ടോ, 50 kilogram ആയിരിക്കും. ഇനി അടുത്തത് 1 meter cube ഓഫ് സിമെന്റ് ബേസ് അല്ലെങ്കിൽ സിമെന്റിന്റെ ഡെൻസിറ്റി അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ? 1440 kg/m3. ഇത് എന്തിനാ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പോയിന്റ്സ് ബേസ് ചെയ്തിട്ട് ചെറിയ കുഞ്ഞു പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റ് എന്ന് ചോദിക്കുക. ഒരു ബാഗിന്റെ വോളിയം എത്ര? 0.034722 ആണ്. നമുക്കത് പ്രോബ്ലത്തിലൊക്കെ 0.035 എന്ന് വേണേലും ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഈ എന്താണ് ഈ മീറ്റർ ക്യൂബ് എന്നുള്ളതല്ലാതെ വേണമെങ്കിൽ ഫീറ്റിലും ചോദിക്കാം. ഫീറ്റിൽ ചോദിക്കുമ്പോൾ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അറൗണ്ട് 1.22 ക്യൂബിക് ഫീറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഫീറ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അറൗണ്ട് ഒരു 1.22 ക്യൂബിക് ഫീറ്റ് ആണ് എന്ത്? വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റ്. ഓക്കെ, ഇനി വിത്ത് സ്റ്റോറേജ്. ഒത്തിരി നാൾ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്ട്രെങ്ത് ഓഫ് സിമെന്റ് ഡിക്രീസസ്. നിങ്ങളുടെ വീട്ടിലൊക്കെ നോക്കിയാൽ മതി, കുറച്ച് നാൾ സിമെന്റ് വാങ്ങി വെച്ച് നമ്മളൊരു വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സിമെന്റ് നമ്മൾ ബാക്കി വരുന്നൊന്നും കളയത്തില്ല, നമ്മൾ സൂക്ഷിച്ച് വെക്കും. നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞിട്ട് നമ്മളത് എന്തിനേലും ആ സിമെന്റ് ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എടുക്കാൻ പോകുമ്പോഴത്തേനും അത് എങ്ങനെയായിട്ടിരിക്കും? കട്ടിയായിട്ടിരിക്കും. നമുക്ക് നല്ല ഹ്യൂമിഡിറ്റി കൂടെ അല്ലേ, അപ്പോൾ അത് എന്ത് പറ്റും? അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് കട്ടിയാവും. അതിന് എന്ത് സ്ട്രെങ്ത് കുറഞ്ഞു. ഓക്കെ,
ഇനി അടുത്ത എന്താ, ഗുഡ് സിമെന്റ്. ഒരു ഗുഡ് സിമെന്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിന് ഗുഡ് പ്ലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കണം അല്ലെ, നല്ല പ്ലാസ്റ്റിക് ആയിരിക്കണം. നമുക്കിത് പ്ലേസ് ചെയ്യണം, അതുകൊണ്ട് കോൺക്രീറ്റ് ഉണ്ടാക്കണം, അതുകൊണ്ട് കോളം ഉണ്ടാക്കണം, എന്തൊക്കെ ഉണ്ടാക്കുന്നത്, അപ്പൊ അവന് നല്ല പ്ലാസ്റ്റിസിറ്റി വേണം. പിന്നെ അവൻ എന്തായിരിക്കണം, ഈസിലി വർക്കബിൾ ആയിരിക്കണം. നമുക്ക് നല്ല സ്റ്റിഫ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വർക്കബിലിറ്റി കാണോ, ഇല്ല, നല്ല വർക്കബിൾ ആയിരിക്കണം. പിന്നെ എന്താണ്, ഗീവ് സ്ട്രെങ്ത് ടു മേസണറി. ഓക്കെ, പിന്നെ അവൻ എന്ത് ചെയ്യണം, അവന് നമ്മുടെ മേസണറിക്ക് സ്ട്രെങ്ത് കൊടുക്കണം. പിന്നെന്താ, ഹാർഡ് ആൻഡ് ഈസിലി. ഒരു ഈസിലി എന്ന് പറയുമ്പം പെട്ടെന്നല്ല, നമുക്ക് എന്ത് ചെയ്യണം, ഹാർഡൻ ചെയ്യുകയും വേണം. ഓക്കെ, പിന്നെന്താണ്, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ടോ. ഇനി ഇത് ബോക്സ് കോമ്പൗണ്ട്സ്. എപ്പോഴും എന്തിന് എസ് എസ് സിക്കാട്ടെ പി എസ് സിക്കാട്ടെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ബോക്സ് കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ട്സ് ഒക്കെ തന്നു കഴിഞ്ഞിട്ട് ഇത് എന്ത് കോമ്പൗണ്ട്സ് ആണ്, ബോക്സ് കോമ്പൗണ്ട്സ് എന്നുള്ള പേര് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമെന്റിന്റെ ഫോർമേഷൻ സ്റ്റേജിൽ ഉണ്ടാകുന്ന കുറച്ച് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണ്, ട്രൈ കാൽഷ്യം അലുമിൻ, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. ആദ്യത്തേത് നമ്മളിപ്പോൾ അതിന്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് അതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു എന്താണ്, ഇൻക്രീസിങ് ഓർഡർ, ഡിക്രീസിങ് ഓർഡർ, അങ്ങനെയൊക്കെയും ചോദിച്ചിട്ടുണ്ട് ഇത്. ഓക്കെ, അപ്പൊ നോക്കി, നമുക്ക് ആദ്യം കോമ്പൗണ്ട്സിന്റെ നെയിം പഠിക്കാം. ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. ട്രൈ കാൽഷ്യം സിലിക്കേറ്റിനെയാണ് C3S എന്ന്. C3 എന്ന് പറയുമ്പോൾ ട്രൈ അല്ലേ, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. അവനെ ഒരു കുഞ്ഞു കുട്ടി പേര് വിളിക്കും, അലൈറ്റ്. നമ്മൾ വീട്ടിലൊക്കെ വിളിക്കുന്നില്ലേ, അപ്പു അമ്മു എന്നൊക്കെ വിളിക്കുന്ന പോലെ ട്രൈ കാൽഷ്യം സിലിക്കേറ്റിന്റെ വീട്ടിലെ പേരെന്നാ, അലൈറ്റ്. ഓക്കെ, ഇനി ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ആണെങ്കിലോ, ബെലൈറ്റ്. ഓക്കെ, C2S. അടുത്തത് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്. ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് പോലെ തന്നെ ട്രൈ കാൽഷ്യത്തിനൂടെ ആര് വന്നു, അലുമിനേറ്റ് വന്നു. അപ്പൊ ട്രൈ കാൽഷ്യം അലുമിനേറ്റ്, അവന്റെ പേര് എന്താണ്, സെലൈറ്റ്. ABC നമുക്ക് വേണേൽ ഓർക്കാം. സിലിക്കേറ്റ്, സിലിക്കേറ്റ് തന്നെ രണ്ടെണ്ണം, ട്രൈ കാൽഷ്യം ഡൈ കാൽഷ്യം, അത് AB വന്നു. ട്രൈ കാൽഷ്യം അലുമിനേറ്റ്, അടുത്തത് എന്താണ്, സെലൈറ്റ് എന്ന് വന്നു. ഇനി ഇവരെല്ലാം കൂടെ ചേർന്ന ഒരാൾ ആരാ, ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറേറ്റ്. ഓക്കെ, ഇവന് കാൽഷ്യം കുറച്ച് കൂടുതലാണ്, C4AF ആണ്, ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്. അപ്പൊ അവന് D കൊടുത്തില്ല, നെക്സ്റ്റ് വരും ഫെലൈറ്റ് എന്ന് കൊടുത്തു. അവന്മാരുടെ പേരൊക്കെ പഠിച്ചല്ലോ. ഇനി എൻ്റെ കെമിക്കൽ ഫോർമുല ഇവിടെ കണ്ടോ, ട്രൈ കാൽഷ്യം എന്ന് പറഞ്ഞാൽ 3 എന്താണ് CaO ഉണ്ട്. ഓക്കെ, പിന്നെ സിലിക്കേറ്റ് SiO2 സിലിക്ക. ഓക്കെ, ഡൈ കാൽഷ്യം എന്ന് പറയുമ്പോൾ 2CaO SiO2. ഇത് കെമിക്കൽ കോമ്പോസിഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ്. ഇനി ട്രൈ കാൽഷ്യം അലുമിനേറ്റ് എന്താ, 3CaO Al2O3. ഞാൻ ഈ യെല്ലോ കളറിൽ ഇട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. പിന്നെന്താണ്, അടുത്ത ടെട്രാ കാൽഷ്യം എന്താ 4CaO ആണ്. അലുമിനോ എന്ന് പറയുമ്പോൾ അലുമിന Al2O3. പിന്നെന്താണ്, ഫെറൈറ്റ് എന്ന് പറയുമ്പോൾ Fe2O3. ഓക്കെ, ഇനി ഇവന്മാരുടെ പെർസെൻറ്റേജ്. ഓക്കെ, അപ്പൊ ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കാണും, ഒരു 30 തൊട്ട് 50% വരെ കാണും. 30 to 50%. ഇനി ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ആണെങ്കിലോ അതൊരു 20 to 45% കാണും. ഓക്കെ, ഇനി ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ആണെങ്കിലോ അവൻ എത്ര പെർസെൻറ്റേജ് കാണും, അവനൊരു 8 to 12% കാണും. ഇനി ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ് ആണെങ്കിലോ അറൗണ്ട് ഒരു 6 to 10%. അപ്പം പെർസെൻറ്റേജ് അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ് എന്നുള്ള ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ചോദിക്കുന്നത്, അവന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, ആ ഹീറ്റ് എത്ര ഹൈഡ്രേഷൻ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്രയാണെന്നനുസരിച്ചിട്ട് അവനെ അറേഞ്ച് ചെയ്യാൻ വരും ബോക്സ് കോമ്പൗണ്ട്സിന്. ഓക്കെ, നമുക്കിപ്പോൾ അവന്റെ പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് നമുക്കതൊക്കെ പറയാം. ഇനി ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുമ്പോൾ അല്ലെ C3S എന്ന് പറയുമ്പോൾ അതെന്താണ്, റെസ്പോൺസിബിൾ ഫോർ ഏർലി സ്ട്രെങ്ത് ഓഫ് സിമെന്റ്. ഓക്കെ, എന്താണ് അതിനകത്ത് കണ്ടോ 3 CaO ഉണ്ടല്ലേ, അപ്പൊ എന്താണ്, അവനൊരു ഏർലി സ്ട്രെങ്ത് കൊടുക്കും സിമെന്റിന്. ഏർലി സ്റ്റേജസ് ഉള്ള സ്ട്രെങ്ത് ആണ് ആര്, C3S കൊടുക്കുന്നത്. ഇനി അല്ലെങ്കിൽ അതെന്താണ്, ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യൽ സെറ്റിംഗ്. അപ്പൊ ഇനീഷ്യലി അതൊന്ന് സെറ്റ് ആയിട്ടിരിക്കണം അല്ലേ, അല്ല വെള്ളം പോലെ ഒഴുകിപ്പോയി പറ്റുമോ, ഇല്ല. അപ്പൊ ആ ഇനീഷ്യൽ സെറ്റിംഗ് കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആരെഴുതണം, ട്രൈ കാൽഷ്യം സിലിക്കേറ്റിനെ എഴുതണം. പിന്നെ അവന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്ര, അവൻ എത്ര ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, അവൻ മാത്രം ഒരു 500 ജൂൾ പെർ ഗ്രാം. ഒരു ഗ്രാം C3S എടുത്താൽ 500 ജൂൾ ആര് കൊടുക്കും, 500 ജൂൾ ആര് ലിബറേറ്റ് ചെയ്യും, C3S ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് C2S ഉണ്ടോ, അവിടെ CaO കുറഞ്ഞു, ഇവിടെ 3 ഉണ്ടെങ്കിൽ ഇവിടെ 2 ഉള്ളൂ അല്ലേ. അപ്പൊ അവന് എത്ര പെർസെൻറ്റേജ്, 20 to 45 നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ ഈ CaO കുറവായത് കാരണം, ഓക്കെ, അത് കുറവായത് കാരണം അത് കുറവായത് കാരണം എന്ത് പറ്റും, സ്ലോലി അവൻ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ചില പിള്ളേർ പറയത്തില്ലേ, പഠിക്കാൻ ഭയങ്കര താമസം, ഭയങ്കര സ്ലോ ആയിട്ട് പഠിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, അവർ പതുക്കെ റിയാക്ട് ചെയ്യത്തുള്ളൂ.
ഇനി നമ്മൾ ചോദിക്കുക റെസ്പോൺസിബിൾ ഫോർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, ഒരു നമുക്ക് 1 ഇയർ കഴിഞ്ഞിട്ട് സ്ട്രെങ്ത് എത്ര, അല്ല 1 ഇയറോളം അതിന് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ലേറ്റർ സ്ട്രെങ്ത്, അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഒക്കെ ആരാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആരെ എഴുതണം? ഡൈകാൽഷ്യം സിലിക്കേറ്റിനെ എഴുതണം. അവന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നോക്കി, നേരത്തെ എത്ര ഉണ്ടോ? ഇല്ല. ഇവിടെ സി എ 3 ഉണ്ട്, ഇവിടെ 2 ഉള്ളതാണ്. അവന് 260 ജൂൾ പെർ ഗ്രാമേ ഉള്ളൂ. ഇവന് 500 ആണ്, അതിന്റെ ഏകദേശം പകുതിയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഓർക്കണേ. ഇനി അടുത്തത് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്. അവിടെ ആരുണ്ട്? അലുമിന ഉണ്ട്. ഓക്കെ, അലുമിന എന്ന് പറയുമ്പോൾ ആരായിരുന്നു? ക്വിക്ക് സെറ്റിംഗ് ആയിരുന്നു അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? അലുമിന ഇവനെ ക്വിക്ക് ടു റിയാക്ട് വിത്ത് വാട്ടർ, ക്വിക്കസ്റ്റ് റിയാക്ട് വിത്ത് വാട്ടർ. വെള്ളം കണ്ടാണ് ആങ്കിയറിങ് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത എന്താ? റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യൽ സെറ്റിംഗ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അവനാണ് എന്തിന്? നമ്മൾ ആ ഇനീഷ്യൽ കോൺക്രീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യുന്നത്, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹയസ്റ്റ് ഷെയർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഇൻ സിമെന്റ്. ഓക്കെ, അപ്പൊ ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഷെയർ ഉള്ള ആർക്കാണ്? അങ്ങനെ ചോദിച്ചാൽ ആര് എഴുതണം? ട്രൈ കാൽഷ്യം അലുമിനേറ്റിന് എഴുതണം. കണ്ടോ, 500നേക്കാൾ എത്ര കൂടുതലാണ്? 865 ജൂൾ പെർ ഗ്രാം. ഓക്കെ, ഇനിയും ടെട്രാ കാൽഷ്യം അലുമിന ഫെറൈറ്റ്. അപ്പൊ ഇവനെന്ന് പറയുമ്പോൾ ഒരു പുവർ സിമെന്റിങ് വാല്യൂ ഉള്ളത്. ഓക്കെ, ഈ ടെട്രാ കാൽഷ്യം അലുമിന ഫെറൈറ്റിനാണെങ്കിൽ ഒരു പുവർ സിമെന്റിങ് വാല്യൂ ആണ് ഉള്ളത്. അവന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്രയാണ്? 460 ആണ്. അപ്പൊ ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന്റെ ടൈംസിൽ ഇവന്മാരെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ആര് വരും? ട്രൈ കാൽഷ്യം അലുമിനേറ്റ് വരും, അത് കഴിഞ്ഞ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് വരും, അത് കഴിഞ്ഞ് ടെട്രാ കാൽഷ്യം അലുമിനം ഫെറൈറ്റ് വരും, അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? C2S ഡൈകാൽഷ്യം സിലിക്കേറ്റ് വരുന്നത്. അപ്പം ബോക്സ് കോമ്പൗണ്ട്സ് പഠിച്ചല്ലോ. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ബോക്സ് റിലേറ്റഡ് ആയിട്ടും അതിനെ പറ്റിയിട്ടൊക്കെ ഏകദേശം വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. The compound of Portland cement which contribute to strength after 2-3 year. 2-3 year അല്ലെ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ആരാണ്? ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, C2S. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് the setting and hardening of cement mainly due to hydration and hydrolysis of. അല്ലെങ്കിൽ സിമെന്റ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാർഡൻ ചെയ്യുന്നത് ആര് കാരണമാണ്? ആരുടെ ഹൈഡ്രേഷൻ അല്ലെ ഹൈഡ്രോളിസിസ് കാരണമൊക്കെയാണെന്ന് ചോദിച്ചാലോ? C3S, C2S, C3A. C4AF ഉണ്ടോ? ഇല്ല. അവന് എന്താ സിമെന്റിങ് പ്രോപ്പർട്ടി ഇല്ല. ഇവരെയൊക്കെ നമുക്ക് എന്താന്ന് പറയാൻ പറ്റും? ബൈൻഡർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ സെറ്റിംഗ് എന്താന്നുള്ളത് ഒരു ഡെഫിനിഷൻ പോലെ ചോദിച്ചിട്ടുണ്ട്. When water is added to cement, ingredients of cement react with water and form complicated chemical compound till it achieves a rock-like state. ഓക്കെ, അതിനെന്താണ് പറയുന്നത്? വലിയൊരു ഇതാ, നമ്മളിപ്പോൾ വാട്ടർ ആഡ് ചെയ്ത് സിമെന്റ് സെറ്റ് ചെയ്യുന്നുള്ളതിന് ഇച്ചിരി വലിച്ചു നീട്ടി എന്താ നമുക്ക് കോംപ്ലിക്കേഷൻ ആയിട്ട് വരണം, നമുക്കത് കണ്ടു കഴിഞ്ഞാൽ വേറെ ആൻസർ ആണെന്ന് തോന്നണം, അതിനങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ എന്താ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റിംഗ് ആണ് ആൻസർ. ഇനി ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ്. സിമെന്റിന്റെ ഹൈഡ്രേഷൻ അറിയത്തില്ലേ? ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നു, ആ റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് സിമെന്റ് നമ്മൾ ഹൈഡ്രേഷൻ അറിയുന്നത്. ഈ റിയാക്ഷൻ എന്ന പ്രോസസ്സാണ്? എക്സോതെർമിക്. എക്സോതെർമിക് എന്ന് വെച്ചാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക, എൻഡോതെർമിക് എന്ന് വെച്ചാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുക. ഇത് എന്നാ പ്രോസസ്സാണ്? എക്സോതെർമിക്. സിമെന്റിനകത്ത് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ചൂട് അല്ലെങ്കിൽ കുറച്ച് ഹീറ്റ് ലിബറേറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് കോമ്പൗണ്ട് ഫോംഡ് വിത്തിൻ 24 hours ആഫ്റ്റർ ദ അഡീഷൻ ഓഫ് വാട്ടർ ടു സിമെന്റ്. ഓക്കെ, നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആര് കയറി റിയാക്ട് ചെയ്യും? അലുമിന റിയാക്ട് ചെയ്യും അല്ലേ? അപ്പൊ 24 hours ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏതായിരിക്കും? ട്രൈകാൽഷ്യം അലുമിനേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ വന്ന് നോക്കി. സം ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഫോർ പോർട്ട്ലാൻഡ് സിമെന്റ് വേരീസ് ഫ്രം. നമ്മൾ പറഞ്ഞില്ലേ C2S ഉം എന്താണ് C3S ഉം അത് എത്ര പെർസെൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അവന്മാരുടെ പെർസെൻറ്റേജ് എത്രയാണ്? 30 + 50. അവന്റെ ആവറേജ് എത്ര വരും? അറൌണ്ട് 30 + 50 ആകുമ്പോൾ അറൌണ്ട് ഒരു 40 വരും അല്ലേ? 20 + 45 ആകുമ്പോൾ അവന്റെ ആവറേജ് എത്ര വരും? അറൌണ്ട് ഒരു 32.5 വരും അല്ലേ? അപ്പൊ 40 + 32.5 എന്ന് പറയുമ്പോൾ അറൌണ്ട് 72.5. അപ്പൊ 72.5 എന്ന് പറയുമ്പോൾ എത്ര? 8 + 72.5 എന്ന് പറയുമ്പോൾ അറൌണ്ട് 73. ഓക്കെ, അപ്പൊ അവന്റെ റേഞ്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഒത്തിരി പെർസെൻറ്റേജിന്റെ റേഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പൊ എത്ര വരും? അറൌണ്ട് 73 എന്ന് പറയുമ്പോൾ 70 to 80%. ഓക്കെ, ഇനി നമുക്ക് ഹീറ്റ് ലിബറേഷനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഡ്യൂറിങ് സെറ്റ് ചെയ്യുക ആൻഡ് ഏർലി ഹാർഡനിങ് പീരീഡ്. ഏർലി ഹാർഡനിങ് പീരീഡ് ആദ്യത്തെ 24 മണിക്കൂറിൽ OPCയുടെ ഹീറ്റ് ലിബറേഷൻ എന്ത് ചെയ്യുന്നറിയോ? ഒന്ന് പീക്കാവും. ആ ഹീറ്റ് ആദ്യം നല്ല പീക്കിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒന്ന് കുറയും. കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻക്രീസ് ചെയ്ത് സെക്കൻഡ് പീക്ക് ആവും, പിന്നെ അത് കുറയും.
ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഹീറ്റ് ലിബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണേൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ആദ്യം ഒന്ന് കൂടും, കുറയും, പിന്നെയും കൂടും, കുറയും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. നമുക്ക് അത് വെച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വന്ന് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സിമെന്റ്സ്. ഇത്ര ടൈപ്പ് ഓഫ് സിമെന്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് സിമെന്റ്സ്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പം ഈ ടൈപ്സ് ഓഫ് സിമെന്റ്സിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ IS കോഡ് ചോദിക്കും. ഓക്കെ, ഏത് IS കോഡാണെന്ന് വേണേൽ ചോദിക്കാം. ഇത്രയും IS കോഡാണ്, ഇതൊക്കെ ഓർത്തിരിക്കാൻ പ്രയാസമാണ് എനിക്കറിയാം. എങ്കിലും ഇതുവരെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ് IS കോഡ് ചോദിച്ചിട്ടുണ്ട്. IS69091990 ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ വെൽ സിമെന്റിനെ ചോദിച്ചിട്ടുണ്ട്. ഓയിൽ വെൽ സിമെന്റ് IS കോഡ് ഞാൻ കാണിക്കാവേ. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആരാ? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഉണ്ട്, പിന്നെ ലോ ഹീറ്റ് കുറച്ച് കൊടുക്കുന്ന പോർട്ട്ലാൻഡ് സിമെന്റ് ഉണ്ട്, പിന്നെ സ്ലാഗ് ഒക്കെ ആഡ് ചെയ്ത പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് ഉണ്ട്, പൊസോളൻ ആഡ് ചെയ്ത പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് ഉണ്ട്, പിന്നെ സൾഫേറ്റ് അറ്റാക്ക് ഉള്ള ഏരിയാസ് യൂസ് ചെയ്യാൻ പറ്റിയ സൾഫേറ്റ് റെസിസ്റ്റിംഗ് പോർട്ട്ലാൻഡ് സിമെന്റ്സ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? വൈറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ്, വൈറ്റ് സിമെന്റ് എന്നൊക്കെ നമ്മൾ അറിയത്തില്ലേ, വൈറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ് ഉണ്ട്. പിന്നെ ഹൈഡ്രോഫോബിക് സിമെന്റ്, അതായത് വെള്ളമായിട്ടൊരു ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോൾ എന്താ ഫിലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനായിട്ട് അട്രാക്ഷൻ ഉള്ള, ഹൈഡ്രോഫോബിക് വെള്ളം റിജക്ട് ചെയ്യുന്ന ടൈപ്പ്, വെള്ളം വീണാലും നനയാത്ത ടൈപ്പ് ഹൈഡ്രോഫോബിക് സിമെന്റ്. പിന്നെ ഹൈ അലുമിന സിമെന്റ് ഉണ്ട്, അലുമിന ഒത്തിരി കൂടിയ സിമെന്റ് ഉണ്ട്. സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ് ഉണ്ട്. ഓക്കെ, സൾഫർ റെസിസ്റ്റിംഗ് സിമെന്റ് പോലെ തന്നെ സൂപ്പർ സൾഫേറ്റഡ്. ഓക്കെ, അതിന്റെ IS കോഡാണ് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചത്, IS69091990. പിന്നെ ആസ്ബസ്റ്റോസ് സിമെന്റ് ഉണ്ട്. നമ്മൾ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഒക്കെ ഉണ്ടല്ലേ, ആ മെറ്റീരിയൽ ഉള്ള സിമെന്റ് ഉണ്ട്. പിന്നെ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ഉണ്ട്, പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന. പിന്നെ വേറെ സ്പെഷ്യൽ സിമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പം മേസണറി സിമെന്റ്, എയർ എൻട്രൈനിങ് സിമെന്റ്, എക്സ്പാൻസീവ് സിമെന്റ്, ഓയിൽ വെൽ സിമെന്റ്, അങ്ങനെ കുറച്ച് സിമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പേരുകൾ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇവരുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ നമ്മൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് നമുക്കറിയാവുന്നതാണ് അല്ലേ? അപ്പൊ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഡെൻസിറ്റി എത്രയാണ് നമ്മൾ പറഞ്ഞു? 1440 kg/m³ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം. ഓക്കെ, ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 hours. നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുള്ള ഫൈനൽ സെറ്റിംഗ് ടൈം. ഓക്കെ, അപ്പൊ അതിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം 10 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ആണല്ലോ ലെസ് ദാൻ 30 minutes. ഓക്കെ, ഇനി നമ്മൾ ഒരു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഒരു ക്യൂബ് പോലെ ഉണ്ടാക്കി, എന്തെങ്കിലും സിമെന്റ് വെച്ചിട്ട് ഒരു ക്യൂബ് ഒക്കെ ഉണ്ടാക്കി 28 days ക്യൂർ ചെയ്ത് കഴിയുമ്പോൾ 33 ഗ്രേഡ് നമ്മൾ അതിനെ പറയും. OPC 33 ഗ്രേഡ്, 43 ഗ്രേഡ്, 53 ഗ്രേഡ്. ഈ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 28 ഡേയ്സിൽ അതിന് കിട്ടുന്ന കംപ്രസീവ് സ്ട്രെങ്തിനാണ് നമ്മൾ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്ര ആയിരിക്കും? 28 ഡേയ്സ് ക്യൂർ കഴിയുമ്പോൾ അവന് അറൗണ്ട് ഒരു 33 MPa കിട്ടണം. ഓക്കെ, ഇനി എക്സ്പാൻഷൻ ഓഫ് സിമെന്റ്. ഓക്കെ, ഇവര് ഈ സിമെന്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ എക്സ്പാൻഷൻ ഓഫ് സിമെന്റ് നമുക്ക് പോർട്ട്ലാൻഡ് സിമെന്റിന് 10 mm കൂടാൻ പാടില്ല, ഏത് ഗ്രേഡ് ആണെങ്കിലും. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ 3 ഗ്രേഡിന്റെ IS കോഡ്സ് ഞാൻ തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം, അതിന്റെ IS കോഡ് ചോദിക്കാം. പിന്നെ അവന്മാരുടെ മൂന്നിന്റെ എക്സ്പാൻഷന് 10 mm കൂടാൻ പാടില്ല. ഓക്കെ, പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ, പിന്നെ വേറൊരു ബാക്കി ഓൾമോസ്റ്റ് മിക്ക സിമെന്റുകളുടെ 10 mm തന്നെയാണ് എക്സ്പാൻഷൻ. പിന്നെ ഒരു എന്താണ് സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ്, ഹൈ അലുമിന സിമെന്റ്, പിന്നെ റെയിൽവേ സ്റ്റാൻഡേർഡിലുള്ള IRST40, അങ്ങനെ അങ്ങനത്തെ 3 സിമെന്റുകളുണ്ട്. അതിനൊക്കെ ആണെങ്കിൽ ഈ എക്സ്പാൻഷൻ അറൗണ്ട് 5 mm അലോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ്, നമുക്ക് ഈ 3 ഗ്രേഡ് ഓഫ് സിമെന്റ് 3 ഡേയ്സിലും 7 ഡേയ്സിലും 28 ഡേയ്സിലും ഒക്കെ ആകുമ്പോൾ എത്ര സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂന്നിന്റെ വാല്യൂസ് മാക്സിമം ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. അപ്പോൾ 53 എന്ന് പറയുമ്പോൾ ഇവന്മാരുടെ ഏകദേശം ഒരു അറൗണ്ട് 50% അല്ലെങ്കിൽ അറൗണ്ട്, സാധാരണ നമുക്ക് പറയുന്നത് 1 ഡേ സ്ട്രെങ്ത് 16% മേളിലായിരിക്കണം, 3 ഡേ 40% ആയിരിക്കണം, 7 ഡേ 65% മേളിലായിരിക്കണം, 14 ഡേയ്സിൽ 90% മേളിലായിരിക്കണം, 28 ഡേയ്സിൽ 99%. അതൊരു അറൗണ്ട് വാല്യൂസാണ്. എക്സാക്ട് നമുക്ക് ഇത് ഇട്ട് നോക്കിയാൽ ഇവിടെ കിട്ടത്തില്ല. ഓക്കെ, എക്സാക്ട് അതല്ല, കുറച്ച് ഇതിലും മുകളിലായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ 3 ഡേയ്സിൽ 53 ഗ്രേഡ്, നമുക്കുള്ള OPCയുടെ മാക്സിമം ഗ്രേഡ് 53 ഗ്രേഡ്. അപ്പോൾ അവന്റെ 3 ഡേയ്സ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 27 ആണ്, 7 ഡേയ്സ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 37 ആണ്, 20 ഡേ ആകുമ്പോൾ അവന് 53 കിട്ടും. ഓക്കെ, 27, 37, 53 അറൗണ്ട് ഒന്ന് ഓർത്താൽ മതി. ഇവന്റെ ഏകദേശം ഒരു പകുതി ഇവിടെ കിട്ടും, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കൂടുതൽ ഇവിടെ കിട്ടും. പിന്നെ 28 ദിവസം ആകുമ്പോൾ അവന്റെ കറക്റ്റ് സ്ട്രെങ്ത് ഏകദേശം വരും. ഓക്കെ, 27, 37 ഇത് ഓർക്കണല്ലോ, ഇത് പഠിക്കാൻ എളുപ്പമാണല്ലോ. ഇത് രണ്ടും ഒന്ന് ഓർക്കുക, 27, 37. അടുത്താണെങ്കിലോ 43 ഗ്രേഡിന് 3 ഡേയ്സിൽ 23, 33 ആയിരിക്കും. ഇതാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 7 ഡേയ്സിൽ 43 ഗ്രേഡ് എന്താണ്
ഒ പി സിക്ക് എത്ര സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി 33 ആണെങ്കിലോ അതിൻ്റെ അറൗണ്ട് ഒരു 50% 16 മെഗാ പാസ്കൽ 3 ഡേയ്സിലാവും. അത് കഴിഞ്ഞാൽ അതിനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ഒരു 22 മെഗാ പാസ്കൽ 7 ഡേയ്സിലാകും. 33 മെഗാ പാസ്കൽ 28 ഡേയ്സിലാവും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഏകദേശം ഓർത്തിരിക്കുക. പിന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ 7 ഡേയ്സിൽ ഏകദേശം എത്ര സ്ട്രെങ്ത് അച്ചീവ് ചെയ്യും ചോദിച്ചാൽ അറൗണ്ട് ഒരു 65% മേളിൽ സ്ട്രെങ്ത് അവൻ അച്ചീവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് വേറെ ടൈപ്പ് ഓഫ് സിമെന്റ് ആസ്ബസ്റ്റോസ് സിമെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്തിരുന്ന സാധനം ആസ്ബസ്റ്റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ബസ്റ്റോസ് എന്നുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് സിമെന്റ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു സിമെന്റ് ഉണ്ടെങ്കിൽ അത് ബ്രിട്ടിലാണ്. ഓക്കെ, പിന്നെ ഇവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമിഡിറ്റി ചേഞ്ചിനനുസരിച്ച് അവന് വാർപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, ഒരു ഒത്തിരി വെള്ളം സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ വെള്ളത്തിൽ നല്ല സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ അവന്റെ സ്ട്രെങ്ത് കുറയും. ഓക്കെ, പിന്നെ ഈ ആസ്ബസ്റ്റോസ് സിമെന്റ് മിക്ക കൺട്രികളിലും ബാൻഡ് ആണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ലീഡ്സ് എന്നാണ്, ഇറ്റ് ലീഡ്സ് ടു ഹെൽത്ത് പ്രോബ്ലംസ്. നിങ്ങൾ PDF കറക്റ്റ് ചെയ്യണേ. ഇറ്റ് ലീഡ്സ് ടു ഹെൽത്ത് പ്രോബ്ലം. അവൻ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നതുകൊണ്ട് മിക്ക കൺട്രികളിലും അത് ബാൻഡ് ആണ്. ഇനി വേറൊരു ടൈപ്പ് സിമെന്റ് ആണ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്. ഈ സിമെന്റിനെ പറ്റി നമ്മൾ അറിയണതിനകത്തു നിന്നും വന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് നമ്മൾ പോർട്ട്ലാൻഡ് സിമെന്റ് ക്ലിങ്കറിനകത്തോട്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗും ജിപ്സും ആഡ് ചെയ്യും. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 10th-ലോ 9th-ലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയൺ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഫർണസ് ആണ് ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ ഈ അയൺ മാനുഫാക്ചറിങ്ങിൽ നമുക്ക് എന്ത് കിട്ടും, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്തൊരു സ്ലാഗ് കിട്ടും. ഓക്കെ, ആ സ്ലാഗും ജിപ്സും ആഡ് ചെയ്തിട്ടാണ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് ഉണ്ടാക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇനി അടുത്ത എന്താണ്, സ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേണേൽ ചോദിക്കാം. ഒരു അയണിന്റെയോ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെയോ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് അല്ലെ ബൈ പ്രോഡക്റ്റ് ആണ് സ്ലാഗ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഫ്രം മാനുഫാക്ചറിങ് ഓഫ് പിഗ് അയൺ. ഓക്കെ, പിഗ് അയണിന്റെ വേസ്റ്റ് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ പെർസെന്റേജ് സ്ലാഗ് എത്ര ആഡ് ചെയ്യും, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് ആണെങ്കിൽ അറൗണ്ട് ഒരു 40-70% നമ്മൾ എന്ത് ചെയ്യും, സ്ലാഗ് ആഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിനെ ഗ്രൗണ്ട് ഫൈൻ പൗഡർ ആക്കും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സ്ലാഗ് ഒക്കെ ആഡ് ചെയ്യുന്നത് അവന് നല്ല സ്ട്രെങ്ത് ആയിരിക്കും, നല്ല ഡ്യൂറബിൾ ആയിരിക്കും, കെമിക്കൽ അറ്റാക്കിനൊക്കെ റെസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഇത്രയും 40-70% സ്ലാഗ് ഏതിലുള്ളത് അല്ലേ, അപ്പൊ എന്ത് ചെയ്യും, അവന്റെ OPC-യെക്കാളിലും അവന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവായിരിക്കും. പിന്നെ ഇത് നല്ല വർക്കബിലിറ്റി ആയിരിക്കും. പിന്നെ ഒത്തിരി പെർമേബിൾ ഒന്നും ആയിരിക്കത്തില്ല, അതിന്റെ പെർമബിലിറ്റി കുറയ്ക്കും. ഓക്കെ, പിന്നെ ഇവന്റെ ഇനീഷ്യൽ സ്ട്രെങ്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പക്ഷേ OPC-യെക്കാട്ടിലും കുറവായിരിക്കും. പിന്നെ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ OPC-യെക്കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പൊ ഇത്രയൊന്നും പഠിച്ചില്ലെങ്കിലും ഇതിനകത്ത് ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ വന്നിട്ടുള്ളത് ഈ 2 പോയിന്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് സ്ലാഗ് സിമെന്റ്. ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, ബാക്കി പോയിന്റ് ഒക്കെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് തപ്പുന്നവർ ഇതൊക്കെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. പക്ഷെ എന്താണ് മെയിൻ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ലോ ഹീറ്റ് സിമെന്റ്. ഇപ്പൊ ലോ ഹീറ്റ് സിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഹീറ്റ് ലിബറേഷൻ കുറവായിരിക്കും. ആ ഹീറ്റ് നമ്മൾ സാധാ OPC-യിൽ അത്രയും ഹീറ്റ് ലിബറേഷൻ കാണത്തില്ല, അവന് ഹീറ്റ് ഓഫ് ലിബറേഷൻ കുറവായിരിക്കും. അപ്പം നമ്മുടെ ഈ ലോ ഹീറ്റ് സിമെന്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ആ ഹീറ്റ് കൊടുക്കുന്ന ആരൊക്കെയായിരുന്നു, C3Sഉം C3Aയും ഒക്കെ ആയിരുന്നു അല്ലേ. അവന്മാരുടെ കണ്ടന്റ് കുറച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഹീറ്റ് ഓഫ് ലിബറേഷൻ കുറവ് കൊടുത്തു വിടുന്നു, അതായത് 260 ഒക്കെ കൊടുത്തുന്ന ആരായിരുന്നു, C2Sന്റെ കണ്ടന്റ് കൂട്ടി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ലോ ഹീറ്റ് സിമെന്റ് കിട്ടുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മാസ് കോൺക്രീറ്റിംഗ് വർക്ക്സ്. അപ്പൊ മാസ് കോൺക്രീറ്റിംഗ് വർക്ക്സിന്റെ ഒരു പ്രത്യേകത എന്താ, ഒത്തിരി കോൺക്രീറ്റ് വേണം അല്ലേ. അപ്പൊ എന്ത് പറ്റും, ഒത്തിരി ഹീറ്റ് ഓഫ് ലിബറേഷൻ ഉണ്ടാവും. അപ്പൊ നമുക്കത് എന്താണ്, നമുക്ക് ആ ഒരു അത്ര ഹീറ്റ് ഓഫ് ലിബറേഷൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും, മാസ് കോൺക്രീറ്റിംഗ് വർക്ക്സിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ തിക് സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മാസീവ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഡാമിൽ യൂസ് ചെയ്യും. അപ്പൊ നമ്മളോട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ, മാസ് കോൺക്രീറ്റിംഗ് വർക്ക്സിൽ അല്ലെങ്കിൽ തിക് സ്ട്രക്ചേഴ്സിൽ അല്ലെങ്കിൽ മാസീവ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഡാമിൽ ഏത് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പൊ ആരാന്ന് എഴുതണം, ലോ ഹീറ്റ് സിമെന്റ് ആണ് എഴുതണം. ഓക്കെ, അവൻ എന്തായിരിക്കും, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവായിരിക്കും. ആഫ്റ്റർ 7 ഡേയ്സ് കഴിയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 65 calories per gram. 1 gram സിമെന്റ് 65 കാലറീസോളം എന്ത് ഹീറ്റ് ഒരു 7 ഡേയ്സിലൊക്കെ വിടുള്ളൂ. ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 65-ൽ കുറവായിരിക്കും അവൻ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് C2S കണ്ടന്റ് കൂടുതലല്ലേ, അപ്പൊ അവൻ എന്ത് ചെയ്യും, സ്ട്രെങ്ത് ഡെവലപ്മെന്റ് പതുക്കെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, പക്ഷെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും, OPC ആയിട്ടൊക്കെ ഈക്വലന്റ് ആയിട്ട് വരും 28 ഡേയ്സിൽ. പിന്നെ ഇവന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 1 ഹവറും ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours ആണ്. ഓക്കെ, എത്രയാണ്, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 1 ഹവറും ഞാൻ ഒരു ടേബിൾ ആക്കി എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ലോ ഹീറ്റ് സിമെന്റ് ആഡ് ചെയ്തില്ല എന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പം നമ്മുടെ OPC ക്ക് എത്രയാണ് 30 മിനിറ്റ്, അതിനെക്കാട്ട് ഒരു അരമണിക്കൂറോടെ കൂടുതൽ എടുക്കും അവർ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആവാൻ 1 അവർ എടുക്കും. പക്ഷേ ഫൈനൽ സെറ്റിംഗ് ടൈം OPCയുടെ സെയിം ആണ്, 10 അവേഴ്സ് ആണ്. ഓക്കെ, ഇനി ടു പ്രൊഡ്യൂസ് ലോ ഹീറ്റ് സിമെന്റ് ഇറ്റ് ഇസ് നെസസറി ടു റെഡ്യൂസ് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് കോമ്പൗണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ട്രൈകാൽഷ്യം അലൂമിനേറ്റ് കുറയണം. ഓക്കെ, എന്താണ് ദിസ് ഈസ് ബിക്കോസ് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ഹാസ് മാക്സിമം ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ് മാക്സിമം ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉള്ളത്. അതിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്ര? 865 ജൂൾ പെർ ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ സ്ലൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അറൗണ്ട് 3, 4, 5 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇവിടുന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഓക്കെ, അപ്പോൾ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിന്റെ IS കോഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് IS കോഡ് എന്താണ്? IS 8041-1990. ഇപ്പം 1990 തന്നെയാണ്. എന്താ ഇയർ ഓർക്കുക, മീൻസ് കോഡിന്റെ നെയിം ഓർക്കുക, 8041 8041 അങ്ങനെയല്ലേ ഓർക്കുക, 80ന്റെ അറൗണ്ട് ഹാഫിലെ 41 അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കുക റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഓക്കെ, ഇനി ഈ റാപ്പിഡ് ഹാർഡനിങ് എന്നുള്ള വേർഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് പറയാം? ഹൈ ഏർലി സ്ട്രെങ്ത് സിമെന്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഏർലി സ്ട്രെങ്ത് ഇവന് ഹൈ ആയിരിക്കും. ഓക്കെ, സാധാരണ സിമെന്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവന്റെ ഏർലി സ്ട്രെങ്ത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ് അതിനകത്ത് ഈ ഹൈ ഏർലി സ്ട്രെങ്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഹൈ പെർസെൻറ്റേജ് ഓഫ് ലൈം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ് അച്ചീവ്സ് ഹൈ സ്ട്രെങ്ത് ഏർലിയർ, അത് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് റാപ്പിഡ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവന് ഒരു ഹൈ സ്ട്രെങ്ത് ഏർലിയർ ദാൻ OPC യെക്കാട്ടിലും മുന്നേ ഇവന് ഹൈ സ്ട്രെങ്ത് വരും. OPC ഇപ്പോൾ ഒരു 7 days എടുക്കുന്ന ആ സ്ട്രെങ്തിനെക്കാട്ടിലും മുന്നേ ഒരു 3 days 4 days അവന് ആ സ്ട്രെങ്ത് വരും. ഓക്കെ, ഇനി അടുത്ത് എന്താണ് കോമ്പസിഷൻ. അതിന്റെ കോമ്പസിഷൻ എങ്ങനെയായിരിക്കും? ഈ ഹൈ സ്ട്രെങ്ത് വരണ ആരെ കൂട്ടണം നമ്മൾ? ആ സ്ട്രെങ്ത് കൂടുതൽ കൊടുക്കുന്ന ആരാ? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, ട്രൈകാൽഷ്യം സിലിക്കനേറ്റിനെ കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഡൈകാൽഷ്യം സിലിക്കേറ്റ് അവൻ ലേറ്റർ സ്ട്രെങ്ത് കൊടുക്കത്തുള്ളൂ, അവന്റെ എമൗണ്ട് കുറയ്ക്കുക. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി മിനിമം ക്യൂബ് സ്ട്രെങ്ത് ടെസ്റ്റ്. നമ്മൾ സാധാരണ ഒരു ക്യൂബ് സ്ട്രെങ്ത് ടെസ്റ്റ്, മിനിമം ക്യൂബ് സ്ട്രെങ്ത് ടെസ്റ്റ് ഇവന് ചെയ്യുന്നത് അറൌണ്ട് 7 daysലായിരിക്കും. ഇവന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 1200 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് രണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു സ്ട്രെങ്ത് ഡെവലപ്മെന്റ് എങ്ങനെ ആയിരിക്കും? അത് ഇവനൊരു 7 day സ്ട്രെങ്ത് OPCയുടെ 7 day സ്ട്രെങ്ത് ഇവൻ എന്ത് ചെയ്യും? 3 daysൽ അച്ചീവ് ചെയ്യും. ഓക്കെ, പിന്നെ ഇവന്റെ ഫൈനസ് ഓഫ് ഗ്രൈൻഡിങ്, ഇത്ര സ്ട്രെങ്ത് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവനെ നല്ല ഫൈൻ ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവനെ നല്ല ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുക. ഇതിന്റെ ഒരു സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അറൌണ്ട് 325 മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം. അപ്പോൾ ഒരു കിലോഗ്രാമിന് നമുക്ക് എത്ര വരും? ഒരു 325 മീറ്റർ സ്ക്വയർ സർഫസ് ഏരിയ അവന് വരും. ഓക്കെ, പക്ഷെ നമുക്ക് OPCക്ക് എത്രയേ ഉള്ളൂ? 225 മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാമേ ഉള്ളൂ. അപ്പം നല്ല ഫൈൻ പൗഡർ ആയിട്ട്, OPCയെക്കാട്ടിലും വളരെ ഫൈൻ പൗഡർ ആയിട്ടാണ് ഇവനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫാസ്റ്റ് സെറ്റിംഗ് കോൺക്രീറ്റ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഹാർഡൻസ് ഡെവലപ്പ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളതെന്ന് പറയുമ്പോൾ എന്ത് വരും? പെർമനൻസിൽ യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ചില ഈ നാഷണൽ ഹൈവേസിലൊക്കെ സിമെന്റ് കോൺക്രീറ്റ് ഭാഗം കണ്ടില്ലേ, അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെന്താണ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പ്രൊഡക്ട്സ്. ഓക്കെ, സ്ലീപ്പർ പോലുള്ള കാര്യങ്ങളിൽ, പിന്നെ റിപ്പയർ വർക്ക്സിന് ഒക്കെ അവനൊക്കെ നമുക്ക് ആരെയും യൂസ് ചെയ്യാം? റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനെ യൂസ് ചെയ്യാം. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എന്ത് വരും? ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ പോർട്ട്ലാൻഡ് സിമെന്റ് പോലെ തന്നെയാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റിൽ കുറയാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കാവേ. അടുത്തത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്. ഓക്കെ, സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് എന്താണ്? നമ്മൾ ആ ട്രൈകാൽഷ്യം അലുമിനേറ്റിനെയാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രൈകാൽഷ്യം അലുമിനേറ്റിനെ ഒരു 5% കുറവായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെസ്ട്രിക്ട് ചെയ്ത് നിർത്തും. ഓക്കെ, പിന്നെന്താണ് ഈ C3A ട്രൈകാൽഷ്യം അലുമിനേറ്റിന്റെയും C4AF ടെട്രാകാൽഷ്യം അലൂമിനേറ്റ് ഫെറൈറ്റിന്റെയും അത് രണ്ടൂടെ എന്താണ് ഒരു 25% ലോവർ ആയിട്ട് നിർത്തും. ഓക്കെ, അപ്പൊ ഈ സൾഫേറ്റ് റെസിസ്റ്റിംഗ് ഈ സിമെന്റ് ഒരു പ്രത്യേകത എന്താണ്? റെഡ്യൂസസ് ദ ഫോർമേഷൻ ഓഫ് സൾഫേറ്റ് സോൾസ്. ഓക്കെ, അപ്പൊ ഈ സൾഫേറ്റ് സോൾസിന്റെ ഒക്കെ ഫോർമേഷൻ, ആ സിമെന്റ് സർഫസിൽ സൾഫേറ്റ് സോൾസിന്റെ ഒക്കെ ഫോർമേഷൻ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ്? ലോവേഴ്സ് ദ പോസിബിലിറ്റി ഓഫ് സൾഫേറ്റ് അറ്റാക്ക് ഓൺ കോൺക്രീറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? അത് കോൺക്രീറ്റിൽ ഉണ്ടാക്കുന്ന സൾഫേറ്റ് അറ്റാക്ക് കുറയ്ക്കും. അതുകൊണ്ടാണ് അതിന് സൾഫേറ്റ് റെസിസ്റ്റിംഗ് എന്ന് പറയുന്നത്. സൾഫേറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നു, ആ സൾഫേറ്റ് അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് അതിന് സൾഫേറ്റ് റെസിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവനെ നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഒരു മറൈൻ കൺസ്ട്രക്ഷൻസിൽ, അല്ലെങ്കിൽ ഹാർബറിൽ, അല്ലെങ്കിൽ കനാൽ ലൈനിങ്ങിൽ ഒക്കെയാണ് നമ്മൾ ആര് യൂസ് ചെയ്യുക? ഈ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റിനെ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് ക്വിക്ക് സെറ്റിംഗ് സിമെന്റ്. ഓക്കെ, പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന സിമെന്റ്. ഓക്കെ, റാപ്പിഡ് ഹാർഡനിങ് സെറ്റിംഗ് തെറ്റിപ്പോലെ
റാപ്പിഡ് ഹാർഡനിങ് എന്ന് വെച്ചാൽ ഹാർഡ്നെസ് എന്താണ് അത് നേരത്തെ അച്ചീവ് ചെയ്യും. ക്വിക്ക് സെറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ സെറ്റ് ചെയ്യുന്ന ആരായിരുന്നു? സെറ്റിംഗ് കോമ്പൗണ്ട് കൊടുക്കുന്ന ആരാ? അലുമിനിയം. അപ്പം ആ അലുമിനിയം ഉള്ള ഒരു കോമ്പൗണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ ക്വിക്ക് സെറ്റിംഗ് കോമ്പൗണ്ടിൽ ആഡ് ചെയ്യുന്നത് എന്താണ്? അലൂമിനിയം സൾഫേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവൻ എന്തിനാണ് ഈ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ് ടു ലേ കോൺക്രീറ്റ് അണ്ടർ സ്റ്റാറ്റിക് വാട്ടർ ഓർ റണ്ണിങ് വാട്ടർ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു സ്റ്റാറ്റിക് വാട്ടറിലോ റണ്ണിങ് വാട്ടറിലോ ഒക്കെ എന്ത് ചെയ്യണം? കോൺക്രീറ്റ് ലേ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ആരെ യൂസ് ചെയ്യാം? നമ്മുടെ ക്വിക്ക് സെറ്റിംഗ് സിമെന്റിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്വസ്റ്റ്യൻ. ഇതിനകത്ത് അലുമിനിയം സൾഫേറ്റ് ആഡ് ചെയ്യണം. പിന്നെ ഇത് എവിടെ യൂസ് ചെയ്യും? സ്റ്റാറ്റിക് വാട്ടറിലോ റണ്ണിങ് വാട്ടറിലോ ഒക്കെ യൂസ് ചെയ്യുന്ന സിമെന്റ് ആരാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആര് എഴുതണം? ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് എഴുതണം. ഇപ്പൊ മറൈൻ അല്ലെ ഹാർബർ വർക്ക് കനാൽ ലൈനിങ് എന്ന് ചോദിച്ചാൽ ആര് എഴുതണം? സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റിനെ എഴുതണം. ഓക്കെ, പഠിച്ചല്ലോ. ഇനി അടുത്തത് വൈറ്റ് സിമെന്റ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഒക്കെ വീട് പണിത് അപ്പൊ ആദ്യം തേച്ച് കഴിഞ്ഞിട്ട് അവരടിക്കുന്ന വൈറ്റ് സിമെന്റ്. ഓക്കെ, വൈറ്റ് സിമെന്റിന്റെ കൊമേഴ്ഷ്യൽ നെയിം എന്താണ്? സ്നോ ക്രീറ്റ് എന്ന പേര്. ഓക്കെ, അതിന്റെ പേര് എന്നാണ്? സ്നോ ക്രീറ്റ്. സ്നോ മഞ്ഞ്, വെള്ള കളറുള്ളത് സ്നോ ക്രീറ്റ്. ഓക്കെ, അങ്ങനെയാണ് വൈറ്റ് സിമെന്റിന്റെ പേര്. ഓക്കെ, ഇവനെ മാനുഫാക്ചർ ചെയ്യുന്നത് പ്യുവർ വൈറ്റ് ചോക്ക് ക്ലേ. ഓക്കെ, പ്യുവർ വൈറ്റ് ചോക്കും ക്ലേയും യൂസ് ചെയ്തിട്ടാണ് ഇവനെ എന്ത് ചെയ്യുന്നത്? മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇവന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം അയൺ ഓക്സൈഡ്. അതിനകത്ത് അയൺ ഓക്സൈഡ് ഇല്ല, അല്ലെങ്കിൽ വെരി ലീസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് അയൺ ഓക്സൈഡേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ നമുക്കത് വൈറ്റ് സിമെന്റ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അയൺ ഓക്സൈഡ് കളർ കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതിന്റെ എമൗണ്ട് കുറവായിരിക്കണം. ഓക്കെ, പിന്നെന്താണ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ലീസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ ഫ്രീ ഫ്രം അയൺ ഓക്സൈഡ് ഒക്കെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് സിമെന്റ് ആണ്. ഓക്കെ, ഇത് സിമെന്റ് പെയിന്റ്സിൽ, സിമെന്റ് ബേസ്ഡ് പെയിന്റ്സിലൊക്കെ നമ്മൾ ഇവനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓയിൽ വെൽ സിമെന്റ് നമ്മൾ പറഞ്ഞില്ലേ, സ്പെഷ്യൽ ടൈപ്പ് സിമെന്റിൽ ഓയിൽ വെൽ സിമെന്റ് പറഞ്ഞു. ഈ ഓയിൽ വെൽ സിമെന്റിന്റെ IS കോഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ IS കോഡ് നോക്കിയേ, 8229/1986. നമ്മൾ 3 ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ IS കോഡ്. അപ്പൊ ആ IS കോഡ് ഒക്കെ ഒന്ന് എഴുതി വെക്കണം, പഠിക്കുകയാണെങ്കിൽ മാക്സിമം നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഇത് സ്കോർ ചെയ്യത്തില്ല, അപ്പൊ നമ്മൾ അത് സ്കോർ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ ഒരു മാർക്ക്. ഓക്കെ, അപ്പൊ അവന്റെ IS കോഡ് എന്ന് പറഞ്ഞാൽ IS 8229/1986 ആണ്. It is used for cementing work in drilling of oil wells or gas wells. ഓയിൽ വെല്ല്, ഗ്യാസ് വെല്ല് എന്നൊക്കെ കേട്ടില്ലേ? ഓക്കെ, നമ്മൾ പെട്രോൾ റിഫൈൻ ചെയ്തെടുക്കുന്ന ആ വെല്ലുകൾ. ഓക്കെ, അപ്പൊ അതിന്റെ ആ ലൈനിങ് വർക്ക്സിനൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഓയിൽ വെൽ സിമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ കൂടെ എന്തെങ്കിലും ഒരു അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യും. ഓക്കെ, പിന്നെന്താണ്? ടു പ്രിവെന്റ് സിമെന്റ് ഫ്രം സെറ്റിംഗ് ടു ക്വിക്ക്ലി ഓർ റിയാക്ടിങ് വിത്ത് ഫെയിൽ ഫ്ലൂയിഡ്സ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്യുക, എന്താണ് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യല്, അതിന്റെ റിയാക്ടിങ് ബോളുമായിട്ടൊന്നും റിയാക്ട് ചെയ്യല്. ഓക്കെ, അപ്പൊ ആ ഓയിൽ വെല്ലിന് പറ്റിയ എന്തെങ്കിലും അഡിറ്റീവ്സ് ആയിരിക്കും നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അഡിറ്റീവ്സിന്റെ പേരൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമ്മൾ സ്നോ ക്രീറ്റ് വൈറ്റ് സിമെന്റ് ആന്ന് പറഞ്ഞല്ലേ. സ്നോ സെം എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? സ്നോ സെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമെന്റ് ആണ്. ഓക്കെ, സിമെന്റ് ആണ്. എന്ത് സിമെന്റ് ആണ് അത്? കളേർഡ് സിമെന്റ് ആണ്. ഓക്കെ, കളേർഡ് സിമെന്റ് ആണ് നമ്മൾ സ്നോ സെം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രോമിയം ഓക്സൈഡ്. ക്രോമിയം ഓക്സൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രോമിയം എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു സാധനം. അപ്പൊ ഇറ്റ് ഗീവ്സ് ഗ്രീൻ കളർ ടു ഓർഡിനറി സിമെന്റ്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഒരു ഓർഡിനറി സിമെന്റിന് ഗ്രീൻ കളർ കൊടുക്കണേ ക്രോമിയം ആഡ് ചെയ്യണം. നമ്മുടെ കളേർഡ് സിമെന്റിന്റെ പേര് എന്താണ്? സ്നോ സെം എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ഹൈ അലൂമിന സിമെന്റ്. അപ്പൊ അലുമിന എന്താണ്? ഹൈ അലുമിന എന്ന് പറയുമ്പോൾ അലുമിന കൂടുതലാണ്. ഹൈ അലുമിന സിമെന്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ ഫ്യൂസിങ് ടുഗദർ. അത് ചോദിച്ചിട്ടുണ്ട്. ഹൈ അലുമിന എങ്ങനെ സിമെന്റ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നത്? നമ്മൾ ലൈം സ്റ്റോണിന്റെയും ബോക്സൈറ്റിന്റെയും മിക്സ്ചർ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് ഹൈ അലുമിന സിമെന്റ് കിട്ടുന്നത്. ഓക്കെ, ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് എക്സ്പാൻഡിങ് സിമെന്റ്. ഈ എക്സ്പാൻഡിങ് സിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? അത് എക്സ്പാൻഡ് ചെയ്യാണ് അല്ലേ? അപ്പൊ അതിനെന്താ? നമുക്ക് വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചേഴ്സിൽ, ഇപ്പൊ ഡാമുകളോ ഡാമിന്റെ ഒക്കെ എന്തെങ്കിലും എന്താണ് ചെറിയ ഒരു ഡാമേജ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ, അപ്പൊ അവൻ എന്ത് ചെയ്യും? നമ്മൾ സിമെന്റ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ എക്സ്പാൻഡ് ചെയ്ത് ആ ക്രാക്ക് ഒക്കെ ഒക്കുപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചേഴ്സിലും ഡാമേജ്ഡ് കോൺക്രീറ്റ് സർഫസുകളിലും എന്തെങ്കിലും റിപ്പയറിംഗ് വർക്കുകളിലൊക്കെ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഈ എക്സ്പാൻഡിങ് സിമെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സിമെന്റ് നോക്കിയേ. അടുത്ത സിമെന്റ് എന്ന് പറഞ്ഞാൽ പൊസോളന സിമെന്റ്. നമ്മൾ സിമെന്റ് ടൈപ്പ് പറഞ്ഞു പൊസോളന സിമെന്റ് പറഞ്ഞു.
അപ്പൊ ഈ പൊസോളന സിമെന്റ് എന്ന് പറയുമ്പോഴത്തേന് അത് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഈ ഒരു ഗ്രൈൻഡിങ് മെറ്റീരിയൽ ഓഫ് വോൾക്കാനിക് ഒറിജിൻ. ഈ വോൾക്കാനിക് ഒറിജിൻ ആയിട്ടുള്ള ഇഗ്നിയസ് റോക്കുകളോ അല്ലെ ഇഗ്നിയസ് മെറ്റീരിയൽസോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊസോളന സിമെന്റ് ഉണ്ടാക്കുന്നത്. എന്തിന്റെ കൂടെ? പൗഡേർഡ് ഹൈഡ്രേറ്റഡ് ലൈമിന്റെ കൂടെ. അപ്പൊ ഈ പൊസോളന എന്ന് പറയുന്നത് നാച്ചുറൽ പൊസോളനയുണ്ട്, ആർട്ടിഫിഷ്യൽ പൊസോളനയുണ്ട്. അപ്പൊ നാച്ചുറൽ പൊസോളന എന്ന് പറയുമ്പോൾ നമുക്ക് വോൾക്കാനിക് ഏരിയാസിലൊക്കെയുള്ള മെറ്റീരിയൽസ്, വോൾക്കാനിക് ഒറിജിൻ ഉള്ള മെറ്റീരിയൽസ് ഒക്കെ വേണം. ഓക്കെ, ഫൈൻ വോൾക്കാനിക് എർത്ത് ഒക്കെ വേണം. പക്ഷെ ആർട്ടിഫിഷ്യൽ പൊസോളന എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ കോളില്ലേ, അപ്പൊ ഓർഗാനിക് കോള്, പിന്നെന്താണ് ഫ്ലൈ ആഷ്, ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ പൊസോളന ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പൊസോളന എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പൊസോളന എന്ന് പറയുമ്പോൾ ഒരു സിലീഷ്യസ് മെറ്റീരിയൽ ആയിരിക്കും. അതിന്റെ ഒരു വോൾക്കാനിക് ആഷ് ഒക്കെ ആയിരിക്കും അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ക്ലേ പെർസെന്റേജ് എന്ന് പറയുന്നത് അറൌണ്ട് 80% ആയിരിക്കും. പിന്നെ ഈ പൊസോളന സിമെന്റ് എന്ന് പറയുമ്പോൾ നല്ല ഡ്യൂറബിൾ ആണ്. പിന്നെ ഇവന് കാർബൺ ഫുട് പ്രിന്റ് കുറവാണ്. ഓക്കെ, അത് എക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ലിബറേറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. പിന്നെ നല്ല വർക്കബിൾ ആയിരിക്കും, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ സിമെന്റിൽ പൊസോളന ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എന്തൊക്കെയാ സംഭവിക്കുന്നത് സിമെന്റിൽ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. പൊസോളന സിമെന്റിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്യൂറിംഗ് ടൈം കൂടും. ഓക്കെ, നമ്മൾ ക്യൂർ ചെയ്യത്തില്ലേ, നമ്മൾ ഇത്ര ദിവസം സിമെന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ, നനച്ച് കൊടുക്കണ്ടേ, ആ ക്യൂറിംഗ് ടൈം കൂടും. പിന്നെ എന്ത് ചെയ്യും, പൊസോളിക് മെറ്റീരിയൽ എന്ത് ചെയ്യും, വെള്ളത്തെ കുറെ അബ്സോർബ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ആ വെള്ളം അബ്സോർബ് ചെയ്യുന്നതാണ് ബ്ലീഡിങ് കുറയും. ബ്ലീഡിങ് ഒക്കെ എന്താണെന്ന് അറിയാലോ അല്ലെ? ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് വാട്ടർ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് പോവുക. അപ്പൊ അതിന്റെ ബ്ലീഡിങ് കുറയും. പിന്നെ എന്താണ്, ഈ പൊസോളിന മെറ്റീരിയൽസ് ഒക്കെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല ബൾജൊക്കെ ചെയ്ത് നിൽക്കുന്നതാണ്. ഇവന് എന്ത് ചെയ്യും, പെർമിയബിലിറ്റിയും കുറയ്ക്കും. ഓക്കെ, അതിനകത്തൂടെ പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, വാട്ടർ ഇറങ്ങി പോകാനുള്ള ഹോൾസ് കൂടുതലാണ്. അപ്പൊ അത് കുറയ്ക്കും. ഇനി വേറൊരു ടൈപ്പ് സിമെന്റ് ആണ് ഹൈഡ്രോഫോബിക് സിമെന്റ്. ഹൈഡ്രോഫോബിക് സിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, വാട്ടറുമായിട്ട് റിപ്പലന്റ് ആയിട്ട് സിമെന്റ്. ഈ ഹൈഡ്രോഫോബിക് സിമെന്റ് എങ്ങനെ നമുക്ക് കിട്ടുന്നത്? OPC ക്ലിങ്കറിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് കിട്ടുന്നതെന്ന് ചോദിക്കും. ഒലീക് ആസിഡ് ആഡ് ചെയ്താലാണ് നമുക്ക് ഹൈഡ്രോഫോബിക് സിമെന്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫീൽഡ് ടെസ്റ്റ് ഓഫ് സിമെന്റ് നമ്മൾ പറയാം. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഫീൽഡ് ടെസ്റ്റ് ഓഫ് സിമെന്റിൽ നമ്മളിപ്പോൾ നമ്മളൊരു സൈറ്റിൽ വർക്ക് ചെയ്യുക, ഫീൽഡ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് നോക്കും, നമ്മൾ ആ സിമെന്റ് ബാഗ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇറങ്ങുന്ന നോക്കും, ഒരു ഗ്രേ കളർ ആണോ, ഒരു ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡ് ആണോ എന്നൊക്കെ നോക്കണം. ഓക്കെ, അത് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. എന്താണ് കളർ, സൈറ്റിലൊക്കെ കളർ എങ്ങനെ ആയിരിക്കും, നമ്മൾ എന്താ ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡെന്നോ ഗ്രേ കളറെന്നോ ഒക്കെ ആയിരിക്കണം വരേണ്ടത്. ഗ്രേ കളർ സിമെന്റിന്റെ കളർ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ഗ്രേ കളർ വിത്ത് ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡ് ആയിരിക്കണം. പിന്നെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, നമ്മൾ കുറച്ച് വിരലിൽ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് ടച്ച് ഫിംഗേഴ്സിനിടയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഇതാക്കി നോക്കുമ്പോൾ നമുക്ക് എന്തൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യണം. പിന്നെ നമ്മൾ എന്താ ടാൽക്കം പൗഡർ ഒക്കെ എടുത്ത് കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോൾ കാണത്തില്ലേ, അത്രയല്ല, എന്നാൽ ആ ഒരു സ്മൂത്ത്നെസ് വരണം. പിന്നെന്താണ്, ഹാൻഡ് ഇൻസേർട്ട് ഇൻ എ ബാഗ് ഓർ ഹീപ്പ് ഓഫ് സിമെന്റ്. കൂട്ടിയിട്ടേക്കുന്ന ഒരു സിമെന്റ് ഹീപ്പിനകത്തോട്ടോ ബാഗിനകത്തോട്ടോ നമ്മുടെ കൈ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കൂൾനെസ് ഫീൽ ചെയ്യണം. ഈ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ഇസ് ത്രോൺ ഇൻ എ ബക്കറ്റ് ഓഫ് വാട്ടർ. അപ്പൊ ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ ഇരിക്കും, അതിനകത്ത് കുറച്ച് സിമെന്റ് എടുത്ത് ത്രോൺ ചെയ്തു. അപ്പൊ എന്താണ്, സിങ്ക് ആൻഡ് ഷുഡ് നോട്ട് ഫ്ലോട്ട് ഓൺ സർഫസ്. അവൻ എന്ത് ചെയ്യണം, സിങ്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. പിന്നെ ലംസ്, നമ്മൾ ഒരു ബാഗ് തുറക്കുമ്പോൾ അതിനകത്ത് ലംസ് ഒന്നും കാണാൻ പാടില്ല. നമ്മൾ ഈ ഫൈനസ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മൾ അതിങ്ങനെ ഉടച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്, ഇൻസോലുബിൾ റെസിഡ്യൂ ഇൻ സിമെന്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5%. ഒരു ഇൻസോലുബിൾ ആയിട്ടുള്ള റെസിഡ്യൂസ് ഒക്കെ 1.5% കുറവായിരിക്കണം. അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇൻസോലുബിൾ റെസിഡ്യൂ എത്രയെന്ന് ചോദിച്ചാൽ 1.5% കുറവായിരിക്കണം. ഇനി ഒരു സിമെന്റിൽ എഫ്ലോറൻസൻസ് ഉണ്ടാകണമെങ്കിൽ എന്ത് കാരണമായിരിക്കും, ആൽക്കലീസ് കാരണമായിരിക്കും. ബ്രിക്കിലും ആൽക്കലീസ് അല്ലെ. അപ്പൊ ആൽക്കലീസ് കാരണമാണ് സിമെന്റിൽ എന്താ ഉണ്ടാവുക, എഫ്ലോറസൻസ് ഉണ്ടാവുക. ഇനി സിമെന്റിൽ സൾഫർ കണ്ടന്റ് എന്താ കൂടിയെന്ന് വെക്കാം. എന്തെങ്കിലും കണ്ടന്റ് കൂടുക എന്ന് പറയുമ്പോൾ അത് എന്താകും, സിമെന്റിനെ എന്താക്കും, അൺസൗണ്ട് ആക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് പെർമിസിബിൾ ലിമിറ്റ്സ് ഓഫ് ഇംപ്യൂരിറ്റീസ് ഇൻ വാട്ടർ. ഓക്കെ, നമ്മൾ ഈ സിമെന്റിൽ വാട്ടർ ആഡ് ചെയ്യത്തില്ലേ, അപ്പം അതിന്റെ ഇംപ്യൂരിറ്റിയുടെ എന്താണ്, പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഇംപ്യൂരിറ്റി. അപ്പൊ ഈ ഇംപ്യൂരിറ്റിയുടെ ലിമിറ്റ് ഒക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഓർഗാനിക് ഇംപ്യൂരിറ്റി എന്ന് പറയുമ്പോൾ വളരെ കുറച്ചേ പാടുള്ളൂ, ഒരു 200 mg/L വരെ പാടുള്ളൂ. ഇൻഓർഗാനിക് ആണെങ്കിലോ അതൊരു 3000 mg/L വരെ ആവാം. പിന്നെ സൾഫേറ്റ്സ് ആണെങ്കിലോ വാട്ടറിൽ ഒരു 400 mg/L വരെ സൾഫേറ്റ്സ് ആകാവുള്ളൂ. ഓക്കെ, പിന്നെ ക്ലോറൈഡ്സ് ആണെങ്കിലോ 200 mg/L PCCക്ക്, RCCക്ക് ആണെങ്കിൽ 500 mg/L വരെ ആകാവുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഏരിയ. പിന്നെ സസ്പെൻഡഡ് മാറ്റർ ആണെങ്കിൽ 2000 mg/L. അപ്പോൾ ഓർക്കുക, ഓർഗാനിക് 200, ഇനോർഗാനിക് 3000, സൾഫേറ്റ് 400, ക്ലോറൈഡ് PCCക്കും RCCക്കും വേറെയാണ്. PCCക്ക് ആണെങ്കിൽ 2000 വരെ ആകാം, RCCക്ക് ആണെങ്കിൽ 500 ആകാവുള്ളൂ, സസ്പെൻഡഡ് മാറ്റർ ആണ് 2000 ആകാവുള്ളൂ. ഓക്കെ, ഇനി
സിമെന്റ് ബിക്കം അൺസൗണ്ട് ബൈ ദ പ്രസൻസ് ഓഫ് എന്ത് കൂടിയാലും നമ്മൾ മുമ്പേ പറഞ്ഞു സൾഫർ കൂടിയാൽ അൺസൗണ്ട് ആവും, മഗ്നീഷ്യ കൂടിയാലും അൺസൗണ്ട് ആവും, ലൈം കൂടിയാലും എന്താവും അൺസൗണ്ട് ആവും. ഓക്കെ, ഇനി അടുത്തത് ലബോറട്ടറി ടെസ്റ്റ് ഫോർ സിമെന്റ്. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ലബോറട്ടറി സിമെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പം അവിടെ ചെയ്യുന്ന എന്താ, റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ലൈം ടു പെർസെൻറ്റേജ് ഓഫ് സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അതായത് ലൈമിന്റെ പെർസെൻറ്റേജ് സിലിക്കയുടെ പെർസെൻറ്റേജ്, ലൈം പെർസെൻറ്റേജ് ബൈ അലുമിനയുടെ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ലൈം ബൈ എന്താ അയൺ ഓക്സൈഡ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഫാക്ടർ കണ്ടുപിടിക്കും. അതിനാണ് പറയുന്നത് എന്ത്, ലൈം സാച്ചുറേഷൻ ഫാക്ടർ. അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഇതുവരെ കണ്ടിട്ടില്ല, വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ലൈം ടു പെർസെൻറ്റേജ് ഓഫ് സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ് എന്നാണ് എന്ത് പറയുന്നത്, ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ഒരു കോംപ്ലക്സ് ഫോർമുല ഉണ്ട്, അതൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട. അപ്പോൾ ഇതിനകത്ത് എന്താ, ലൈമിന്റെ പെർസെൻറ്റേജ് ബൈ സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ലൈം സാച്ചുറേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.02 കൂടാനും പാടില്ല, എന്താണ് 1.66 കുറയാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പാടാണ്. ഇതൊക്കെ ഇപ്പോൾ പെർസെൻറ്റേജ് ഒക്കെ ആകുമ്പോൾ ഓർത്തിരിക്കാൻ കുറച്ച് പാടാണ്. എങ്കിലും ഏകദേശം ഒന്നും ഞാൻ പറയാൻ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്താ, പെർസെൻറ്റേജ് ഓഫ് അലുമിന ടു ദാറ്റ് ഓഫ് അയൺ ഓക്സൈഡ്. ഇത് ഓരോന്നിന്റെ റേഷ്യോ, അലുമിന ടു അയൺ ഓക്സൈഡിന്റെ റേഷ്യോ ലെസ് ദാൻ 0.66 ആയിരിക്കണം. ഇൻസോലുബിൾ റെസിഡ്യൂ എന്തായിരിക്കണം, ഷുഡ് നോട്ട് ബി മോർ ദാൻ 4% ആയിരിക്കണം. വെയിറ്റ് എന്നാണ്, വെയിറ്റ് ഓഫ് ഇൻസോലുബിൾ റെസിഡ്യൂ എന്നാണ് കറക്ഷൻ ചെയ്യണം PDF-ലും. ഇനി അടുത്ത എന്താ, വെയിറ്റ് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുമ്പോൾ 5% കൂടാൻ പാടില്ല. ടോട്ടൽ സൾഫർ കണ്ടന്റ് കാൽക്കുലേറ്റഡ് സൾഫ്യൂരിക് അൺഹൈഡ്രേറ്റ് ഷാൽ നോട്ട് ബി മോർ ദാൻ 25% when C3 is 5% or less and not more than 3% when C3 is more than 5%. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കെമിക്കൽ കോമ്പോസിഷൻ ടെസ്റ്റ് ചെയ്യുന്നതിൽ ലൈം സാച്ചുറേഷൻ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1.02 to 0.6 വരെ ആവത്തുള്ളൂ. ഓക്കെ, പിന്നെ അലുമിനേറ്റ്, അയൺ ഓക്സൈഡ്, ഇൻസോലുബിൾ റെസിഡ്യൂ, മഗ്നീഷ്യ, അങ്ങനെ അതെല്ലാം ഓർത്തിരിക്കാനാണ് പാടായിരിക്കും നമുക്ക്. ഓക്കെ, എല്ലാം പെർസെൻറ്റേജും അതൊക്കെ ഓർത്തിരിക്കാൻ നല്ല പാടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത് നോർമൽ കൺസിസ്റ്റൻസി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി തവണ വന്നിട്ടുള്ള ഒരു ഏരിയ. നോർമൽ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എന്താണ്, കൺസിസ്റ്റൻസി വിച്ച് വിൽ പെർമിറ്റ് എ വിക്കറ്റ് പ്ലഞ്ചർ ഹാവിംഗ് 10 mm ഡയമീറ്റർ ആൻഡ് 50 mm ലെങ്ത്. ഇതാണ് വിക്കറ്റ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. അവൻ 10 mm ഡയമീറ്റർ ആണ്, ഒരു 50 mm ലെങ്ത് കാണും. അവൻ എന്ത് ചെയ്യുക, പെനട്രേറ്റ് ടു എ ഡെപ്ത് ഓഫ് 33 to 35 ഫ്രം ടോപ്പ്. ഓക്കെ, അതൊരു നമ്മളൊരു സാമ്പിൾ ഇതിനകത്ത് നിറച്ച് കഴിഞ്ഞാൽ അതിന്റെ ടോപ്പിൽ നിന്ന് 33 to 35 mm വരെ പെനട്രേറ്റ് ചെയ്യും. പിന്നെ എന്താണ്, 5 to 7 mm ഫ്രം ബോട്ടം, അത്രയും 5 to 7 mm ബോട്ടത്തിൽ നിന്ന് പെനട്രേറ്റ് ചെയ്യുന്നു. അതിന് ആഡ് ചെയ്യുന്ന ആ വാട്ടർ കണ്ടന്റാണ് എന്ത് പറയുന്നത്, നമ്മൾ നോർമൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നോർമൽ കൺസിസ്റ്റൻസി, നമ്മൾ സിമെന്റ് പേസ്റ്റ് എടുത്തിട്ട് ഒരു കുറെ വാട്ടർ കണ്ടന്റ് വേരി ചെയ്ത് ആഡ് ചെയ്ത് നോക്കും. ഏതൊരു വാട്ടർ കണ്ടന്റിലാണ് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് ഒരു 30 to 35 mm അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്ന് ഒരു 5 to 7 mm ആ നീഡിൽ റൈസ് ചെയ്ത് നിൽക്കുന്നത്, അതിനാണ് നമ്മൾ നോർമൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർമൽ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വിക്കറ്റ് അപ്പാരറ്റസ് ആണ് കേട്ടോ. അതിന്റെ പ്ലഞ്ചറിന്റെ എന്താണ്, ഒരു 300 gram ഉള്ള പ്ലഞ്ചർ ആണ്. ലെങ്ത് എന്താണ് 50 mm ആണ്. അതിന്റെ ഡയ 10 ആണ്, ഡയ 10 mm ആണ്. അതിന്റെ ഡെപ്ത് ഓഫ് മൗൾഡ് എന്ന് പറയുന്നത് ഒരു 40 mm ആയിരിക്കും, മൗൾഡിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഈ മൗൾഡിന്റെ ഡയ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 80 mm ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടെസ്റ്റ് അപ്പാരറ്റസ്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ള ടെസ്റ്റാണ്. ഇനി നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, നമ്മളിപ്പോൾ നോർമൽ കൺസിസ്റ്റൻസി യൂസ് ചെയ്യുന്നു പറഞ്ഞല്ലേ, അതുകൂടാതെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യാനും ഫൈനൽ സെറ്റിംഗ് ടൈം ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മുടെ വിക്കറ്റ് അപ്പാരറ്റസിനെ യൂസ് ചെയ്യും. അപ്പം നമുക്ക് 3 റിസൾട്ട് തരുന്ന ഒരേ ഒരു അപ്പാരറ്റസ് ആരാണ്, വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താ, ബിഫോർ ടെസ്റ്റിംഗ് സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് വൺ ഷുഡ് ടെസ്റ്റ് ഫോർ കൺസിസ്റ്റൻസി. അപ്പം നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ലാബിൽ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുക. അപ്പം അറിയാം 3 ടെസ്റ്റ് ഒറ്റ സ്ട്രെച്ചിലായിരിക്കും നമ്മൾ ചെയ്യുന്ന ലാബിലൊക്കെ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ സെറ്റിംഗ് ടൈം ചെയ്യുന്നതിന് മുമ്പ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്ത് നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ ഒരു സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് കുറയ്ക്കണം. ഓക്കെ, കുറയ്ക്കണമെങ്കിൽ നമ്മൾ സിമെന്റിൽ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ, സെറ്റിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സിമെന്റിൽ ആഡ് ചെയ്യുന്ന സാധനമാണ് ആര്, കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും
ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളെങ്ങനെയാണ് നമ്മൾ ആ മൗൾഡിനകത്ത് നമ്മൾ കൺസിസ്റ്റൻസിയുടെ ടെസ്റ്റിൽ വിക്കറ്റ് പരസ്യം മൗൾഡൊക്കെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ. അപ്പോൾ ആ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് time when the needle fails to penetrate 5 mm from the bottom of mold minus time when added to cement. Okay, when water added to cement ആണ് water added to cement. Okay, നമ്മളപ്പോൾ ഈ രണ്ട് ടൈം നോട്ട് ചെയ്യും. വെള്ളം നമ്മൾ സിമെന്റിൽ ആഡ് ചെയ്യുന്ന സമയം, പിന്നെന്താണ് ആ മൗൾഡിന്റെ ബോട്ടത്തിൽ നിന്ന് ഒരു 5 mm വരെ നമ്മുടെ പ്ലഞ്ചർ പെനട്രേറ്റ് ചെയ്യുള്ളൂ. ആ രണ്ട് ടൈമും നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, 30 മിനിറ്റിൽ കുറയാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ് ഫോർ OPC. ഓക്കെ, ഒരു ലോ ഹീറ്റ് സിമെന്റ് ആണെങ്കിൽ, ഓക്കെ, ലോ ഹീറ്റ് സിമെന്റ് ആണ് നമ്മൾ പറഞ്ഞത് 1 അവർ ആണ് പറഞ്ഞല്ലേ, അല്ലെങ്കിൽ എത്രയാണ് 60 മിനിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഒരു P എന്നുള്ളതാണ് എന്ത് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ നോർമൽ കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പം P ആണ് നമുക്ക് ആ നോർമൽ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ എത്ര പെർസെൻറ്റേജ് വാട്ടർ ആഡ് ചെയ്യണം, അത് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 0.85 P നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു P വാട്ടർ കണ്ടന്റ് ആണ് നമുക്ക് നോർമൽ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 0.85 P ആഡ് ചെയ്തിട്ടുള്ള സാമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടൈം ഓഫ് സെറ്റിംഗ് ഡിപ്പെൻസ് ഓൺ, അതായത് നമ്മളൊരു സിമെന്റിന്റെ സെറ്റിംഗ് ടൈം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ ആ സിമെന്റ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ എന്താ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ നമ്മൾ ആ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര പെർസെൻറ്റേജ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്താണ് നമ്മൾ ആ ചെയ്യുന്ന പ്ലേസിന്റെ ഹ്യൂമിഡിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ആ സെറ്റിംഗ് അലോ ചെയ്യുന്ന പ്ലേസിന്റെ ഹ്യൂമിഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയൊക്കെയാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് ഫൈനൽ സെറ്റിംഗ് ടൈം. അപ്പോൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു ആംഗുലർ റിംഗ് ഉണ്ട്. അപ്പം നമ്മൾ ആ സെറ്റിംഗ് ടെസ്റ്റ് നോക്കിയാൽ ഇങ്ങനെ ഒരു റിംഗ് ഉണ്ട്, അതിൻ്റെ നടുക്ക് ഒരു ഇംപ്രഷൻ കാണും, ഒരു ഇച്ചിരി പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇംപ്രഷൻ കാണും. അതാണ് ടൈം വെൻ ആംഗുലർ നീഡിൽ റിംഗ് ആണ്, നീഡിൽ റിംഗ് ഇംപ്രഷൻ സ്റ്റോപ്പ് ഓൺ സിമെന്റ് പേസ്റ്റ്. ഓക്കെ, അപ്പൊ ആ റിംഗ് ഇംപ്രഷന് നമ്മുടെ സിമെന്റ് പേസ്റ്റിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ എന്താണ് വാട്ടർ ആഡ് ചെയ്ത സമയം, അത് നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റിംഗ് ഇംപ്രഷൻ മാത്രം വരുന്ന സമയം. ഓക്കെ, അതാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 hours. ഓക്കെ, എന്തിൽ കൂടാൻ പാടില്ല, 10 hours കൂടാൻ പാടില്ല. അപ്പൊ നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും ലാബിലൊക്കെ ഫുള്ള് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ലാബ് ഉണ്ടാവുക. അപ്പോഴത്തേനും ഈ ടെസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ രാവിലെ പോയി ചെയ്ത് വെക്കും. ഓക്കെ, രാവിലെ പോയി ചെയ്ത് വെച്ചിട്ട് നമ്മൾ 10 hours കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ അതിൻ്റെ റീഡിംഗ് ഒക്കെ എടുത്തിട്ടൊക്കെ വീട്ടിൽ പോയി സമയം കിട്ടുന്നത്. അല്ലെ ഹോസ്റ്റലുകാരൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകുമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ അറൗണ്ട് ഫൈനൽ സെറ്റിംഗ് ടൈം ഏതാണ് നോട്ട് മോർ ദാൻ 10 hours. അല്ലെ ലാബ് ഫാക്കൽറ്റീസ് നമുക്ക് ഇതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ റിസൾട്ട് ഒക്കെ നോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ, സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ആക്സിലറേറ്റഡ് ബൈ ആഡിങ്. ഓക്കെ, നമുക്കിപ്പോൾ മുമ്പേ സെറ്റിംഗ് ടൈം കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് നമ്മൾ എന്തായിരുന്നു ആഡ് ചെയ്യുന്നത്, കാൽഷ്യം ക്ലോറൈഡ് ആയിരുന്നു സിമെന്റ് സെറ്റിംഗ് ടൈം കുറയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെറ്റിംഗ് ടൈം ആക്സിലറേറ്റ് ചെയ്യണം, അതിന് പെട്ടെന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അലുമിനിയം സൾഫേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം കുറയ്ക്കാൻ കാൽഷ്യം ക്ലോറൈഡും, കൂട്ടാൻ സെറ്റിംഗ് ടൈം കൂട്ടാൻ പെട്ടെന്ന് സെറ്റ് ആവാൻ അലുമിനിയം സൾഫേറ്റ് യൂസ് ചെയ്യും. ഇനി നമ്മൾ പറയുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ഓരോ ടൈപ്പ് സിമെന്റിനെ പറയുന്നത്. അപ്പോൾ ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് ആണെങ്കിൽ എന്താ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 5 minutes ആണ്, ഫൈനൽ സെറ്റിംഗ് ടൈം എന്താണ് നോട്ട് മോർ ദാൻ 30 minutes. ക്വിക്ക് സെറ്റിംഗ് പെട്ടെന്ന് സെറ്റ് ചെയ്യും അല്ലേ, അപ്പം 5 minutes 30 minutes. OPC ആണെങ്കിലോ 30 10, റാപ്പിഡ് ഹാർഡനിങ് ആണെങ്കിലും 30 10. ഓക്കെ, നമ്മൾ പിന്നെ വേറൊരു സിമെന്റ് പറഞ്ഞല്ലേ, എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, 1 hour 10 hours ലോ ഹീറ്റ് സിമെന്റ്. ഓക്കെ, അപ്പം ഇതൂടെ ആ ടേബിളിൽ ആഡ് ചെയ്ത് പഠിക്കണേ. 1 hour 10 hour ആണ് എന്ത് ലോ ഹീറ്റ് സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിങ്ങും ഫൈനൽ സെറ്റിങ്ങും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പഠിക്കാമല്ലോ. ഇതാണ് നമ്മുടെ വിക്കറ്റ് അപ്പാറ്റേഴ്സ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്താ റിങ്ങും ഒരു ചെറിയൊരു ഇംപ്രഷനും പോലെ വരും, ഇതുപോലെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ റീഡിംഗ് ഒക്കെ നോട്ട് ചെയ്യുന്നത്. പിന്നെ സൗണ്ട്നെസ് ടെസ്റ്റ്. ഓക്കെ, ഈ സൗണ്ട്നെസ് ടെസ്റ്റിനെ പറ്റിയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ നമ്മൾ ലേ ഷാറ്റ്ലിയർ മെത്തേഡ് അല്ലെങ്കിൽ ഓട്ടോക്ലോ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
ഓക്കെ. അപ്പോൾ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലേ ഷാറ്റ്ലിയർ മെത്തേഡ് അല്ലെങ്കിൽ ഓട്ടോക്ലേവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ കിട്ടുന്നത് നമുക്ക്? ഇറ്റ് ഈസ് യൂസ്ഡ് ഈ ലേ ഷാറ്റ്ലിയർ അല്ലെങ്കിൽ ഓട്ടോക്ലേവ് മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് അല്ലെങ്കിൽ ഫ്രീ ലൈം. അൺകമ്പൈൻഡ് ആയിട്ട് കിടക്കുന്ന ലൈം ഉണ്ടോ, ഫ്രീ ലൈം ഉണ്ടോ, അതൊക്കെ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് എന്താണ് സിമെന്റിന്റെ സൗണ്ട്നെസ് മനസ്സിലാകത്തുള്ളൂ. അപ്പം എന്താണ് ഇതിൽ നമ്മൾ എൻഷുർ ചെയ്യാണ് സിമെന്റ് ഡസ് നോട്ട് അണ്ടർഗോ സിഗ്നിഫിക്കന്റ് വോളിയം ചേഞ്ച് ആഫ്റ്റർ സെറ്റിംഗ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് സിമെന്റ് ഒത്തിരി വലിയ വോളിയം ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ഈ സൗണ്ട്നെസ് ടെസ്റ്റിൽ എൻഷുർ ചെയ്തെടുക്കുക. ഓക്കെ. ഈ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ എന്താണ് വലിയൊരു വോളിയം ചേഞ്ച് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് പറ്റും? അതൊരു എന്താ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഒക്കെ നമ്മുടെ കോൺക്രീറ്റിൽ ഉണ്ടാക്കും. അപ്പോൾ ഈ സൗണ്ട്നെസ് ടെസ്റ്റിന് ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ലേ ഷാറ്റ്ലിയർ മെത്തേഡും ഓട്ടോക്ലേവ് മെത്തേഡും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രണ്ടും ക്വസ്റ്റ്യൻ വരാം. ലേ ഷാറ്റ്ലിയർ ആണ് മിക്കവാറും മെത്തേഡുകളിലൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ. ലേ ഷാറ്റ്ലിയർ ഓട്ടോക്ലേവ് ഉണ്ടെങ്കിൽ ബോത്ത് എന്ന് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ഒരു വോളിയം എക്സ്പാൻഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എന്താണ് എബിലിറ്റിനെയാണ് നമ്മൾ ഈ സൗണ്ട്നെസ്സിൽ നമ്മൾ മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു ഹാർഡൻഡ് സിമെന്റ് പ്ലേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഫിക്സഡ് ടൈമിൽ ബോയിൽ ചെയ്തൊക്കെ എടുക്കും. ഓക്കെ. അതിൻ്റെ ഒരു എക്സ്പാൻഡിങ് ടെൻഡൻസി ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഷാറ്റ്ലിയർ മൗൾഡ് അല്ലെങ്കിൽ വാട്ടർ ബാത്ത് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഡിറ്റക്ട് അൺസൗണ്ട്നെസ് കോസ്ഡ് ബൈ എക്സസ് ഓഫ് ഫ്രീ ലൈം അല്ലെങ്കിൽ എന്താണ് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് മഗ്നീഷ്യം കണ്ടന്റ് അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവരുടെയൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന അൺസൗണ്ട്നെസ് നമുക്ക് ഈ ലേ ഷാറ്റ്ലിയർ മെത്തേഡിൽ ഡിറ്റക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഏത് മെത്തേഡിലാണ് എന്താണ് അൺസൗണ്ട്നെസ് ഡ്യൂ ടു ഫ്രീ ലൈം ഹൈ പ്രൊപ്പോർഷൻ ഓഫ് മഗ്നീഷ്യം കണ്ടന്റ് അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ഇൻ ലേ ഷാറ്റ്ലിയർ മെത്തേഡ്. ഓക്കെ. ഇനി നമ്മൾ അൺബേൺഡ് ആയിട്ടുള്ള ലൈം ഉണ്ടോ, അൺബേൺഡ് ആയിട്ടുള്ള മഗ്നീഷ്യം ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ഈ മെത്തേഡിൽ അസസ് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ പെർമിസിബിൾ മഗ്നീഷ്യ ഒരു 6% വരെ ആയിരിക്കും ഈ ലേ ഷാറ്റ്ലിയർ മെത്തേഡ് യൂസ് ചെയ്യാം. മഗ്നീഷ്യം ഒരു 6% വരെ ആയിരിക്കും. ഇനി എന്താണ് പെർമിസിബിൾ മഗ്നീഷ്യ കണ്ടന്റ് എന്ന് പറയുമ്പോൾ സിമെന്റിൽ എത്രയായിരിക്കും? 6% വരെ ആയിരിക്കും. പിന്നെ ഒരു 3%ൽ കൂടുതൽ മഗ്നീഷ്യ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഓട്ടോക്ലേവ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ. ഈ ഓട്ടോക്ലേവ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇത് സെൻസിറ്റീവ് ടു ബോത്ത് മഗ്നീഷ്യ ആൻഡ് ഫ്രീ ലൈമാണ്. പക്ഷേ ഈ ലേ ഷാറ്റ്ലിയർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ് സെൻസിറ്റീവ് ടു ഫ്രീ ലൈം ഉള്ളി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ അപ്പം അത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ലേ ഷാറ്റ്ലിയർ മെത്തേഡ് സെൻസിറ്റീവ് ടു ഫ്രീ ലൈം ഉള്ളി അങ്ങനെ വേണേൽ ചോദിക്കാം. അപ്പോൾ ഒരു 3%ൽ കൂടുതൽ മഗ്നീഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും? ഓട്ടോക്ലേവ് ടെസ്റ്റ് ചെയ്യും. ഓട്ടോക്ലേവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഫ്രീ മഗ്നീഷ്യം ലൈമും രണ്ടിനും സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനി ഓട്ടോക്ലേവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊരു സാറിൻ്റെ സിമെന്റ് പേസ്റ്റിന്റെ സ്പെസിമെൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഹൈ പ്രഷർ സ്റ്റീമിൽ ഒരു ഓട്ടോക്ലേവിൽ വെക്കും. അതിന്റെ പ്രഷർ 2.03 മെഗാ പാസ്കൽ ഒക്കെ ആയിരിക്കും. ഒരു 3 hours മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ചേഞ്ചിന്റെ സ്പെസിമെൻ എത്ര വോളിയം ചേഞ്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ കണ്ടുപിടിക്കും. ഒരു സിഗ്നിഫിക്കന്റ് എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അൺസൗണ്ട് ആണെന്ന് പറയും. ഓക്കെ. നമുക്ക് എന്താണ് certain minerals in that are in entirely soluble in water that can cause expansion. ഓക്കെ. അപ്പോൾ ചില മിനറൽസ് ഒക്കെ എന്താണ് നോട്ട് entirely soluble in water ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സ്പാൻഷൻ ഈ ഓട്ടോക്ലേവ് മെത്തേഡ് ഈ സ്റ്റീം ഒക്കെ ചെയ്തപ്പോൾ അതെന്ത് ചെയ്യും? എന്തായി? അത് എക്സ്പാൻഡ് ആയി. ആ മെറ്റീരിയലൂടെ എക്സ്പാൻഡ് ആയപ്പോൾ നമുക്ക് വോളിയം ചേഞ്ച് ഉണ്ടായി. ഓക്കെ. അതാണ് ഓട്ടോക്ലേവ് മെത്തേഡ്. എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുക. നമ്മൾ എന്താണ് നമ്മൾ 3 ക്യൂബ് കാസ്റ്റ് ചെയ്യും ഈ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിൽ. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 70.6 mm ആയിരിക്കും, അല്ലെങ്കിൽ 7.06 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ സ്ക്വയർ വരും. അപ്പോൾ ഈ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് നമ്മൾ സിമെന്റിൽ ചെയ്യുന്നത് 3 ദിവസത്തിലും 7 ഡേയ്സിലും 28 ഡേയ്സിലും ഒക്കെ ചെയ്യാം. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെങ്കിലോ നമ്മൾ 1 and 3 ഡേയ്സിലാണ് ചെയ്യുന്നത്. ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെന്റ് ആണെങ്കിലോ 3 and 7 ഡേയ്സിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. ഇനി ആവറേജ് സ്ട്രെങ്ത് ഓഫ് 3 ക്യൂബ്സ് ഓഫ് ഈച്ച് പീരീഡ്. ഓക്കെ. അതായത് ഓരോ സമയം അതിന്റെ ആവറേജ് സ്ട്രെങ്ത് എത്ര ആയിരിക്കും എന്നാണ് നമ്മളൊരു ടേബിൾ പറഞ്ഞല്ലേ. ഇവിടെ ഞാൻ OPCയുടെ മാത്രം ഒന്നുകൂടെ പറയുന്നുണ്ട്. OPC 33 ഗ്രേഡ് ആണെങ്കിൽ 3 ഡേയ്സിൽ അവനൊരു അറൗണ്ട് ഹാഫ് ഒരു 16 മെഗാ പാസ്കൽ ആയിരിക്കും. 7 ഡേയ്സിൽ 22 ആയിരിക്കും. 28 ഡേയ്സ് ആകുമ്പോൾ അറൗണ്ട് 33 തന്നെ സ്ട്രെങ്ത് ഡെവലപ്പ് ആയെടുക്കും. ഇനി അടുത്തത് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. ഈ കംപ്രസീവ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് സിമെന്റിന് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രിക്വറ്റ്സ് യൂസ് ചെയ്യും. ഓക്കെ. ബ്രിക്വറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇത് കണ്ടിട്ടുണ്ടോ? നമ്മളെ ട്രാൻസ്പോർട്ട് ലാബിലൊക്കെ ബ്രിക്വറ്റ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലൊക്കെ ഒരു അപ്പാരറ്റസ് ആയിരിക്കും ബ്രിക്വറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 ബ്രിക്വറ്റ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിനകത്തുനിന്ന് ആവറേജ് സ്ട്രെങ്ത് എടുക്കുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഈ ബ്രിക്വറ്റ് ടെസ്റ്റിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത് എത്രയാണ് 0 to 0.7 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ 12 സെക്കൻഡിൽ യൂണിഫോം ആയിട്ട് വേരി ചെയ്തിട്ടാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു 3 ഡേയ്സിലുള്ള ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് എത്ര ആയിരിക്കണം? സിമെന്റിന് 2 മെഗാ പാസ്കൽ ആയിരിക്കണം. 7 ഡേയ്സ് ആകുമ്പോഴോ 2.5 മെഗാ പാസ്കൽ ആയിരിക്കണം. അപ്പോൾ ഈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണേ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 10 to 15% ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പൊ നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ ഒരു 10 to 15% ഉള്ളൂ എന്ത്? ടെൻസൈൽ സ്ട്രെങ്ത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഫൈനസ് ടെസ്റ്റ്. ഫൈനസിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഫൈനസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 3 മെത്തേഡ്സ് ഉണ്ട് ഫൈനസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് എന്താണ്? സി മെത്തേഡ്. സി മെത്തേഡിൽ നമ്മൾ ഈ ഫൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏരിയ പെർ മാസ് ആയിട്ട്. അതായത് 1 ഗ്രാമിന് എത്ര ഏരിയ ഫൈനസ് ഉണ്ട്. ഓക്കെ, അതാണ് സെന്റിമീറ്റർ സ്ക്വയറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ.